السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا عليه لما يحب ربنا ويرضى. اللهم صل وسلم وبارك على نبيك وحبيبك وصفيك محمد الأمين وعلى آله وأزواجه الطاهرات أمهات المؤمنين وأصحابه الفائزين المجاهدين في سبيل الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 12-13 വർഷമായി നടത്തി വരാറുള്ള നമ്മുടെ റമദാനിലെ ജുമഅക്ക് ശേഷമുള്ള ചോദ്യോത്തര സെഷൻ ഇന്നും തുടരുകയാണ്. അള്ളാഹു നമ്മളെ ഇരുകൂട്ടരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ചോദ്യം 1, വിളകൾ, അതായത് തേങ്ങ, അടക്ക എന്നിവയ്ക്ക് സക്കാത്ത് ഓരോ വിളവെടുപ്പിൻ്റെയും സമയത്ത് കൊടുക്കേണ്ടതുണ്ടോ അതോ വർഷത്തിൽ കണക്ക് പ്രകാരം കൊടുത്താൽ മതിയോ? ആയതിൻ്റെ കണക്കെത്ര? ഈ ചോദ്യം ഇവിടെ വന്നതും ഉത്തരം പറഞ്ഞതുമാണ്. ഒരു നാട്ടിലെ മുഖ്യ ഭക്ഷ്യപദാർത്ഥം, മുഖ്യ വിള എന്താണോ ആ വിളയുടെ 3 കിൻഡൽ തൊലി കളഞ്ഞാൽ കിട്ടുന്ന 3 കിൻഡലിൻ്റെയോ തൊലി കളയാതെയാണെങ്കിൽ 6 കിൻഡലിൻ്റെയോ, അതായത് നമ്മുടെ നാട്ടിൽ നെല്ല് ആണല്ലോ, നെല്ല് ഉമി കളയാതെ 6 കിൻഡൽ കൊയ്തപാടെ, അല്ലെങ്കിൽ അത് ഉണക്കി ഉമിയൊക്കെ കളഞ്ഞ് കുത്തിയെടുത്ത് അരിയാണെങ്കിൽ 3 കിൻഡൽ, അത് വിറ്റാൽ കിട്ടുന്ന തുക എത്രയാണോ ആ തുകക്ക് തുല്യമായ തേങ്ങയാവട്ടെ, അടക്കയാവട്ടെ, റബ്ബറാവട്ടെ, ഏലമാവട്ടെ, കുരുമുളകാകട്ടെ, നാണ്യവിളയോ അല്ലാത്ത ഏത് വിളയോ ആകട്ടെ, ആ വിലയ്ക്ക് തുല്യമായ കാർഷിക ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ അവയുടെ 5% സക്കാത്ത് കൊടുക്കണം. ഓരോ സമയവും വിളവെടുക്കുമ്പോൾ കൊടുത്താൽ അതാണ് കൂടുതൽ സൂക്ഷ്മതക്കും സുരക്ഷിതത്വത്തിനും നല്ലത്. 2 കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞത്. വാതു ഹഖ്ഖഹു യൗമ ഹസ്വാദിഹി എന്നാണ്. വിളവെടുപ്പിൻ്റെ സമയത്ത് അതിൻ്റെ ഹഖ് സക്കാത്ത് നൽകുക. അപ്പോൾ അത് അതാത് സമയങ്ങളിൽ കൊടുത്താൽ ബാധ്യത ഒഴിവായി പോകും. പിന്നെ ബാക്കിയുള്ള വിള നമ്മുടെ ശുദ്ധമായ നമ്മുടെ സമ്പത്ത് മാത്രമായി തീരുകയും ചെയ്യും. അതല്ല, ഒരു സമയത്ത് വിളവെടുക്കുമ്പോൾ നിസാബ് തികഞ്ഞില്ല, 2 സമയത്തും കൂടെ കൂടിയിട്ടാണ് തികയുന്നത് എങ്കിൽ അങ്ങനെയുമാകാം. എന്തായാലും വർഷത്തിലൊരിക്കലാക്കുക എന്നത് അത്ര നല്ല ഒരു സുരക്ഷിതമായ രീതിയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു അഅലം. 5% സക്കാത്ത്. ഫീമാ സക്കത്തി സമ്മാഉ വൽ ഉശ്ർ വഫീമാ ദൂന ദാലിക ഫനിസ്ഫുൽ ഉശ്ർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അധ്വാനിച്ചുണ്ടാക്കുന്ന, നനച്ചുണ്ടാക്കുന്നതാണെങ്കിൽ 5%, അല്ല മഴ പെയ്ത് താനേ മുളച്ചുണ്ടാവുന്നതാണെങ്കിൽ 10% കൊടുക്കണം. എന്ന് പറഞ്ഞാൽ താനേ മുളച്ചുണ്ടാവുന്നതില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പൊതുവിൽ 5% അതിൻ്റെ നിസാബ് എന്ന് പറയാം. ശമ്പളം വാങ്ങുന്നവർ മാസാമാസം സക്കാത്ത് കൊടുക്കുകയോ അതോ വർഷത്തിലൊരിക്കൽ കൊടുക്കുകയോ ആണോ വേണ്ടത്? 2 രൂപത്തിലുമാവാം. ഈ കൃഷിയോട് ചേർത്ത് തന്നെയാണ് ശമ്പളത്തിൻ്റെ കാര്യവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് കൃഷി പോലെ നിശ്ചിത ഇടവേളകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതാത് മാസം അതിൻ്റെ 5% വീതം കൊടുക്കുന്നതാണ് സുരക്ഷിതം. അതല്ല, അത് മറ്റു കച്ചവടം പോലുള്ള, ഡെപ്പോസിറ്റ് പോലുള്ള വരുമാന മാർഗമാണ്. അതുകൊണ്ട് വർഷത്തിൽ മൊത്തം തുകയുടെ നിസാബ് തികയുന്നുവെങ്കിൽ മൊത്തം തുകയുടെ 2.5% കൊടുക്കേണ്ടതാണ് എന്നിങ്ങനെ 2 അഭിപ്രായം അതിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഏറ്റവും സൂക്ഷ്മതമായി ഓരോരുത്തർക്കും എന്താണോ തോന്നുന്നത് അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും. 3 മാസമായി പിതാവ് ഗുരുതരമായ രോഗാവസ്ഥയിലായിരുന്നു. നോമ്പിന് ഫിദിയ ദിവസവും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രോഗം മൂർച്ഛിച്ചപ്പോൾ 3 ദിവസം ഫിദിയ കൊടുക്കുന്നത് ശ്രദ്ധിക്കാൻ കഴിയാതെ മരണപ്പെട്ടു. ഇനി 3 നോമ്പിന് ഫിദിയ നൽകിയാൽ മതിയോ അതോ ഞങ്ങൾ മക്കൾ നോറ്റ് വീട്ടേണ്ടതുണ്ടോ? ഈ 3 ദിവസം മരിച്ച വാപ്പയുടെ പരലോകം അല്ലാഹു ഖൈറാക്കി കൊടുക്കുമാറാവട്ടെ. ആദ്യം അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ രോഗം മൂർച്ഛിച്ച 3 ദിവസം വാപ്പയ്ക്ക് ബോധമുണ്ടായിരുന്നുവെങ്കിൽ മക്കൾ ആ നോമ്പ് നോറ്റ് വീട്ടണം. മമ്മാത്ത അലൈഹി സുയാം സാമഅൻഹു വലിയുഹു എന്ന് ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം
ഹദീസിന്റെ അധ്യായമായും ഹദീസുകളായും കാണാം. നോമ്പ് ബാധ്യതയുള്ളവനായിരിക്കെ ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്തനന്തരാവകാശം എടുക്കുന്ന അയാളുടെ വലിയ ഉത്തരവാദപ്പെട്ട ആളുകൾ ആ നോമ്പുകൾ നോറ്റുകൂട്ടണം. ഒരാൾക്ക് മാത്രമായിട്ട് നോൽക്കാം, മക്കൾക്ക് എല്ലാവർക്കും കൂടി വീതം വെച്ച് അത് നോൽക്കുകയും ചെയ്യാം. 3 മക്കൾ ഓരോ ദിവസവും ഒരു നോമ്പ് നോക്കി റമദാൻ മാസം കഴിഞ്ഞിട്ട് എടുക്കലാണ് അതിൻ്റെ ഏറ്റവും സുരക്ഷിതമായ മാർഗം. അല്ല ഈ 3 ദിവസം വാപ്പയ്ക്ക് നോമ്പ് ബോധമുണ്ടായിരുന്നില്ല എങ്കിൽ ബോധം ഇല്ലാത്ത അവസ്ഥയിൽ മുസൽമാന് ഒരു നിയമവും ബാധകമല്ല. അതുകൊണ്ട് നോമ്പെടുക്കുകയോ ഫിദിയ കൊടുക്കുകയോ വേണ്ട. അസ്സലാമു അലൈക്കും. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ വന്ന ചില ആളുകൾ സുന്നത്ത് നിസ്കരിക്കാൻ ബാങ്ക് കഴിയും വരെ നിൽക്കുന്നത് കാണാം. ബാങ്ക് വിളിക്കുമ്പോൾ സുന്നത്ത് നിസ്കരിച്ച് ഖുതുബയിൽ ശ്രദ്ധിക്കുന്നതല്ലേ നല്ലത്? ഇത് നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ്, മിമ്പറിൽ തന്നെ പറഞ്ഞതാണ്. പള്ളിയിൽ കയറി വരുന്ന ആള് പള്ളിയിൽ ബാങ്ക് നടക്കുകയാണെങ്കിലും ഖുതുബ നടക്കുകയാണെങ്കിലും പള്ളിയിൽ ഫർള് ജമാഅത്ത് നമസ്കാരം നടക്കുന്നില്ല, KL 10 BE 3857 വണ്ടി ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാൻ പറയുന്നു. KL 10 BE 3857 വണ്ടി ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പള്ളിയിൽ കയറി വരുന്ന ഏതൊരാളും പള്ളിയിൽ ഫർള് ജമാഅത്ത് നമസ്കാരം നടക്കുന്നില്ല എങ്കിൽ മറ്റെന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഇരിക്കുന്നതിനും സംസാരിക്കുന്നതിനും മുമ്പും 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച രീതി, സുന്നത്ത്. അതാണ്. ബാങ്ക് കേൾക്കുമ്പോൾ ഇജാബത്ത് നൽകുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് തന്നെ. രണ്ടിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ആളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം. അയാൾ എന്തായാലും വേണ്ടില്ല, അയാൾ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുകയാണ് വേണ്ടത് എന്നിടത്താണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും നിലപാടുള്ളത്. അല്ല, അയാൾക്ക് ബാങ്ക് കഴിയുന്നതുവരെ നിൽക്കാം, ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തേണ്ടതില്ലല്ലോ എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പൊ ഭൂരിപക്ഷ അഭിപ്രായം നമസ്കരിക്കുക, ബാങ്ക് കഴിയാൻ നിൽക്കേണ്ടതില്ല എന്നാണ്. അതിനവർ തെളിവ് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വന്ന ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിൽ നിന്നൊരു വാക്ക് പോലും നഷ്ടപ്പെടരുത് എന്ന വിചാരത്തിൽ നേരെ വന്ന് ഇരുന്ന് ജുമാ ഖുതുബ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഖുതുബ നിർത്തിവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് യാ ഫുലാൻ അസല്ലൈത, എല്ലടോ നീ നമസ്കരിച്ചുവോ? ഇല്ല. ഖും ഫസല്ലി റക്അത്തൈൻ, എന്നാ പിന്നെ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്ക്. വതജാവസ് ഫീഹിം, ഒന്നാണ്ട് വേഗത്തിലാക്കിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ബാങ്ക് കഴിയുന്നതുവരെ കേട്ടു നിൽക്കുന്നതിനേക്കാൾ പുണ്യം തഹിയ്യത്ത് നമസ്കരിക്കുന്നതിനാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നോമ്പിനെല്ലാ നന്മകൾക്കും ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് പറയുന്നു. നോമ്പുകാരനിൽ മാത്രം പരിമിതമാണോ ഇത്? നോമ്പെടുക്കാത്ത ഒരാൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുമോ? കിട്ടൂല എന്ന് പറയാൻ ഞാനല്ലല്ലോ ഇത് കൊടുക്കുന്ന ആള്. പക്ഷെ നോമ്പുകാരനുള്ളതാണത്. എന്നാൽ നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടല്ലോ. സാഹചര്യവശാൽ യാത്രക്കാരന് നോമ്പെടുക്കേണ്ടതില്ല, രോഗികൾ നോമ്പെടുക്കേണ്ടതില്ല, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയവർ നോമ്പെടുക്കേണ്ടതില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞു തന്നാണല്ലോ. അങ്ങനെ നോമ്പെടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ ഈ പ്രതിഫലം അവർക്കും കുറയുകയില്ല. അതെല്ലാം നിസ്സാര കാരണങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കാരണങ്ങൾ കൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ അവര് പിന്നെ ഈ പ്രതിഫലം മോഹിച്ചിട്ട് കാര്യമുണ്ടാവുമോ? ഇല്ലല്ലോ. റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അലസതയോടുകൂടി ഒഴിവാക്കും. അതോടൊപ്പം റമളാനിൽ നോമ്പനുഷ്ഠിച്ച് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഇയാൾക്ക് കിട്ടുകയും വേണം എന്നത് ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമല്ലേ എന്ന് അവനവൻ ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. PSC എംപ്ലോയ്മെന്റ് വഴി ബീവറേജിലോ ലോട്ടറി വകുപ്പിലോ ജോലി കിട്ടിയാൽ വേണ്ടാന്ന് പറയണം.
ഇത്രയുള്ളൂ, വേണ്ടാന്ന് പറയണം. ബാങ്കും കൂടെ ആ കൂട്ടത്തിൽ ചേർത്താളി. ബീവറേജ് മാത്രമല്ല, ലോട്ടറി പോരാ, ബാങ്കും കൂടെ പലിശയുമായി ബന്ധപ്പെട്ടതോ ഹറാമായതോ ഒരു തൊഴിലും മുസൽമാന് പാടില്ല. ഒരു തൊഴിലും പാടില്ല. അത് PSC വഴി കിട്ടിയാലും വെറുതെ കൊടുന്ന് കിട്ടിയാലും ആ പൈസ ബാങ്കിൽ നിന്ന് കുറച്ച് പെരീക്ക് കൊണ്ടുവന്നിട്ട് ബാങ്കിന്റെ ഈ മാസത്തെ ടേൺ ഓവർ നിങ്ങൾക്ക് തരാൻ പറ്റാണ്, ഒരു വീടുണ്ടാക്കി തരാൻ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് വേണ്ട, ഹറാമാണത്. അപ്പോഴാണ് എന്തുണ്ടാവുക? ഇപ്പൊ കുറച്ച് നേരത്തെ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരാൾ എന്നോട് പറഞ്ഞ്, എനിക്ക് 10-65 വർഷങ്ങളായിട്ടുള്ളൊരു അനുഭവം, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായിട്ട് അള്ളാഹു എനിക്കത് ഇത്ര കാലം വരെ തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ അറിയോ? കൊടുക്കൽ കൈകൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് കൊടുക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അന്ന് മുതലാണ് തിരിച്ചു കിട്ടിയത്. അത് ആളുകൾ ചോദിച്ചതുകൊണ്ട് ഞാൻ കൊടുത്ത്, ചോദിച്ചു വന്നാൽ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടും കൊടുത്ത്. അക്കാലത്തൊന്നും എനിക്കത് തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനിത് കൊടുക്കുമെന്ന്, ഇത് പഠിച്ചോന് വേണ്ടി ഞാൻ വിട്ടു എന്ന് ഞാൻ തീരുമാനിച്ചു കൊടുത്തതെല്ലാം ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്കത് ദുനിയാവിൽ അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല. അതിൻ്റെ പേരിൽ നമ്മുടെ വരുമാന മാർഗമോ ജീവിതമോ വഴിമുട്ടുകയില്ല എന്ന് മനസ്സിലാക്കാനുള്ള ധാർമ്മിക ബോധം വിശ്വാസികൾ ആദ്യം നേടണം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു ഫുർഖാനൻ. തഖ്വയുണ്ടോ, നമുക്ക് സത്യമേത് അസത്യമേത് എന്നത് സ്വാഭാവികമായി അള്ളാഹു തോന്നിപ്പിച്ചു തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. തഖ്വയുണ്ടോ, അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അവന് ലളിതമാക്കി കൊടുക്കും. വമൻ യത്തഖില്ലാഹ യുകഫിറു അൻഹു സയ്യിആതിഹി. ആർക്ക് തഖ്വയുണ്ടോ അവരിൽ നിന്നുള്ള വീഴ്ചകൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കും. വമൻ യത്തഖില്ലാഹ യുഅലിം ലഹു അജ്റ. അല്ലാഹു അവന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ, അതേപോലെ തന്നെ യർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അവന്റെ ജീവിത മാർഗം അല്ലാഹു അവൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ അവൻ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് റബ്ബാണ്. അതിൽ വിശ്വാസം അർപ്പിക്കാൻ നമുക്ക് ആദ്യം കഴിയണം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അല്ലാഹ് മതി എന്നാണ് തീരുമാനിച്ചാൽ മതി തന്നെ. ഇന്നല്ലാഹ ബാലിഗു അംരിഹി. ഏറ്റെടുത്ത കാര്യം നിറവേറ്റാൻ അള്ളാഹു കഴിവുള്ളവനാകുന്നു. പൊട്ടക്കിണറ്റിലേക്ക് പോയ ഒരു പാവം കുട്ടിയെ എവിടെ കൊണ്ടുവച്ചിട്ടാണ് നിർത്തിയത്? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരത്തിൽ എത്തിച്ചിട്ടാണ് അള്ളാഹു അവസാനിപ്പിച്ചത്. അത് പറയുന്നിടത്താണ് അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹ ബാലിഗു അംരിഹി. അള്ളാഹു ഏറ്റെടുത്ത കാര്യം നിറവേറ്റാൻ അള്ളാഹു കഴിവുറ്റവനാകുന്നു. പക്ഷേ ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറ. എല്ലാ കാര്യത്തിലും അള്ളാഹ്ക്കൊരു തീരുമാനമുണ്ട്, അതിനനുസരിച്ചേ നടക്കുള്ളൂ. ഞാൻ ഇന്ന് ഈ PSC കൊണ്ട് ഒഴിവാക്കിയാൽ എനിക്ക് നാളെ തന്നെ ജോലി വരും എന്നങ്ങോട്ട് വിചാരിക്കരുത്. അത് കിട്ടണത് വരെ ഞാൻ അതിൽ പിടിച്ചു നിൽക്കട്ടെ എന്ന് വിചാരിക്കും. ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് നരകം നേടിത്തരും, നരകത്തിലേക്കാണ് ഈ പോക്ക് എന്ന് തീരുമാനിച്ച് മാറി നിന്നാൽ നിങ്ങൾക്കല്ല, മുസ്ലിം സമുദായത്തിന് അല്ലാഹു നല്ലൊരു മാർഗം കാണിക്കും. അത് തെളിവല്ലേ? നിർധനരായ ആളുകളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കഷ്ടപ്പാടൊന്നും വരില്ല, രണ്ടാക്കുള്ള ചെലവിന് ഞാൻ തന്നോളാന്നാ. എന്തിനല്ലേ പറഞ്ഞു അല്ലേ? കുട്ടികളും മക്കളും ഉണ്ടാകുമ്പോൾ അവരെ ചെലവിന് ഞാൻ തന്നോളാന്നാ. ഒറ്റ കല്യാണം കഴിക്കണതിന് മുമ്പ് സ്വന്തമായി കട്ടൻ ചായ കുടിക്കാൻ വരെ കാശില്ലാത്തവനും ഭാര്യ ഉണ്ടായപ്പോൾ ഭാര്യക്ക് സോപ്പും ചീർപ്പും തുണിക്കപ്പായൊക്കെ വാങ്ങാനുള്ള പൈസ ആയില്ലേ? പഴയ പണി തന്നെയല്ലേ എപ്പോഴും അല്ലേ? മക്കളുണ്ടായപ്പോൾ അവരെ പഠിപ്പിക്കാനുള്ള പൈസ വന്നില്ലേ? വീട് വെക്കണം തോന്നിയപ്പോൾ വീടായില്ലേ? ഇതൊക്കെ എവിടെ നിന്നതാ? പഴയ കൂലിപ്പണിന്നെ എപ്പോഴും. അന്നും ഇത് തന്നെ. ഇത് ഈമാൻ ഇല്ലാത്തവന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്, ഇല്ലോന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ തെക്കുവള്ളോൻ അത് തരുമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള പിന്നെ ഈമാൻ വേണ്ടേ നമുക്ക്? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അത്തരം തൊഴിൽ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുക.
കാരണം ഹറാമ് കൊണ്ടുണ്ടാകുന്ന തടിക്ക് നരകമാണ് സങ്കേതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വഹാബി വനിതകൾ മദീനയിലെ ആദ്യകാലത്ത് മുഹാജിറുകളുടെ ഭാര്യമാരും പെങ്ങന്മാരും ഉമ്മമാരും ഒക്കെ രാവിലെ എന്തെങ്കിലും തൊഴിലന്വേഷിച്ചു പോകുന്ന സ്വന്തം വീട്ടിലെ ആണുങ്ങളോട് പറയുമായിരുന്നു, ഇയ്യാക വകസ്ബൽ ഹറാം, നോക്കി ഹറാമായതൊന്നും വേണ്ടട്ടോ, ശ്രദ്ധിക്കണം. ഫൈനാ നസ്ബിറു അലൽ ജൂഇ വദ്ദുർറ്, നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരും, ഞങ്ങൾ സഹിച്ചോളാ. പട്ടിണി കിടക്കേണ്ടി വരും, ഞങ്ങൾ സഹിച്ചോളാ. പക്ഷെ വലാ നസ്ബിറു അലന്നാർ, ഹറാമായതാണ് നിങ്ങൾ കൊണ്ടുവന്നതെങ്കിൽ അത് തിന്നതിൻ്റെ പേരിൽ വരാനിരിക്കുന്ന നരകം സഹിക്കാൻ നമുക്ക് പറ്റൂല, ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നവർ പറയുമായിരുന്നു. അവരാരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചതായിട്ട് നിങ്ങൾ കേട്ടിരുന്ന? മദീനയിൽ മുഹാജിറുകൾ ആരെങ്കിലും പട്ടിണി കിടന്ന് വസ്ത്രമില്ലാതെ ഭക്ഷണമില്ലാതെ വീടില്ലാതെ കിടന്ന് മരിച്ചത് നിങ്ങൾ കേട്ടിരുന്ന? ഇല്ല. വലിയ പട്ടിണിക്കാരന്റെ പേരെന്തെന്ന് പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് വലിയ പട്ടിണിക്കാരിൽ ഒരാളുടെ പേര്. അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളൊന്ന് വായിച്ചു നോക്കി. അദ്ദേഹം യമനിലെ ഗവർണറായിട്ടാണ് ജീവിച്ചത്. 900ഓളം ഈത്തപ്പനകളുടെ ബൃഹത്തായ ഒരു തോട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖബാബ് റളിയല്ലാഹു അൻഹു സമ്പത്തിന്റെ അങ്ങേയറ്റത്തെത്തിയിരുന്നു എന്നാണ്. നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ സമുദായത്തിലുണ്ട് അല്ലേ? കുറെ മാറ്റങ്ങൾ വേണം. അപ്പൊ അത് നമുക്ക് വേണ്ട. ഈ അടുത്തൊരു സംഘടനാ നേതാവ് പറയുകയുണ്ടായി, പള്ളിയിലും പള്ളിയോട് ചേർന്ന് സ്ത്രീകൾക്ക് നിസ്കാര സൗകര്യം ഒരുക്കരുത് എന്ന്. ഒരുക്കണ്ട, ഓര് നടത്തുന്ന പള്ളിയല്ലേ, അവരതൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. അടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്തല്ലേ ഇപ്പൊ യാത്ര ടിക്കറ്റ് ഉണ്ടെങ്കിൽ പള്ളി നിസ്കരിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ? പള്ളിയിലേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പൊ എവിടെ എത്തി? യാത്രക്ക പഠിച്ചോരെ, ഞാനിപ്പോ 2-3 ദിവസം മുമ്പേ ഒറ്റപ്പാലത്ത് നിന്നൊരു പരിപാടി കഴിഞ്ഞ് വരികയാണ്. അപ്പൊ നാട്ടിൽ ചെന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് നിസ്കരിക്കാൻ ഇനി അസറിനെ എത്തുള്ളൂ ആയിരിക്കും. ആ വഴിയിലൊന്നും നമ്മുടെ പള്ളികളില്ല, വരുന്ന വഴിയില്. പക്ഷെ അതിനിടയ്ക്കുണ്ട് ഒരു പള്ളിയില് പിന്നെ യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ പള്ളിയോട് ചേർന്നിട്ട് ഒരു ബിൽഡിംഗ്, ചെറിയ ഒരു പിന്നെ റൂമുണ്ട്, നല്ല വെൽ ഫർണിഷ്ഡ് റൂമാ. പള്ളി കയറി ചെന്ന് നോക്കുമ്പോ കലണ്ടർ തൂങ്ങിക്കണ സിറാജ. സാക്ഷാൽ AP സുന്നികൾ പോലും പള്ളിയോട് ചേർന്ന് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും തടഞ്ഞാൽ നിൽക്കൂല. നിങ്ങളവിടെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി തെരഞ്ഞു പോകും. പോലും നിങ്ങൾ പഴയടുത്ത് പോയ ഒന്നായിട്ട് തോട്ടിമ്പോ കിട്ടണ നിസ്കാരമൊക്കെ മാറ്റിയാണ്, കഥാവ് കിട്ടലൊക്കെ മാറ്റിയാണ്. ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് സമയാസമയം നിസ്കരിക്കാൻ തുടങ്ങിയ വിവരം ഉസ്താദ്മാര് നീങ്ങിലൊന്ന് മനസ്സിലാക്കണത് നല്ലതാ. ഉസ്താദ്മാര് പഴയ മാളത്തിൽ തന്നെ കുട്ടികളൊക്കെ പുറത്ത് ചടിക്കണമെന്ന് തിരിച്ചറിയണത് നല്ലതാ. അപ്പൊ അവനവന്റെ പള്ളിയിൽ ഉണ്ടാക്കണില്ലെങ്കിൽ വേണ്ട, ബാക്കിയുള്ളവർ ഉണ്ടാക്കരുത് എന്ന് പറയാൻ ഇവർക്ക് എന്താ? ഇവർ അള്ളേ റസൂലറ്റെ ആണോ? ഒരു കമന്റ് വന്നെന്താ അറിയോ? അവർ പറയാതിരിക്കാൻ വയ്യ. ഹൈക്കോടതിയിൽ നിന്ന് ഏതോ സഹോദരിമാർ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ഇതിൻ്റെ ഒരു വിധിയുണ്ടായി. അന്ന് നമ്മുടെ പണ്ഡിത സഭ, ഈ പറഞ്ഞ പണ്ഡിത പറഞ്ഞ എന്താ അറിയോ? ഞങ്ങൾ ആ വിധി അംഗീകരിക്കൂല. അവർക്കൊരു ട്രോള് വന്ന അറിയോ? എന്താ അറിയോ? അള്ളി റസൂൽ പറഞ്ഞ് അംഗീകരിക്കണില്ല, എന്നിട്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞത് അള്ളി റസൂലും പള്ളിക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് ഇതുവരെ സമ്മതിച്ചില്ല. പിന്നെണ്ട് അപ്പൊ കോടതി പറഞ്ഞിട്ടുണ്ട് ട്രോള്. അവിടെ എത്തിയ ഉസ്താദന്മാരെ കാലം. അവിടെ ഒന്ന് തിരിച്ചു ചിന്തിക്കുന്നത് നല്ലതാണ്. ഓക്കെ, എന്താണ് ഇതിന്റെ ഇസ്ലാമിക വിധി? ഇസ്ലാമിക വിധി ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാർത്ഥികളെ പള്ളികളിൽ നിന്ന് തടയരുത്. നിങ്ങളുടെ സഹോദരിമാർ രാത്രിയിൽ പള്ളിയിൽ പോകാൻ ആവശ്യപ്പെട്ടാലും നിങ്ങൾ അവരെ തടയരുത്. ഇത് ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്നു ഹജർ പറഞ്ഞത് രാത്രി പോകാൻ തടയാൻ പാടില്ലെങ്കിൽ പിന്നെ പകല് പോകാൻ പറ്റുമോ? പോകാൻ തടയാൻ വകുപ്പുണ്ടോ എന്നാണ്. ഇസ്ലാമിന്റെ നിലപാട് ഇതൊക്കെയാണ്. ഇതിനൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. പറഞ്ഞ് ഉസ്താദ് അറിയാതെ പറയും ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ പിന്നെ പള്ളി വീണപ്പോ ഹഫ്സ ബീവി പിന്നെ ഭാര്യ ആത്തിക്ക പള്ളിയിലുണ്ടായിരുന്നു, ഭാര്യ ആത്തിക്ക ഉണ്ടായിരുന്നു അടുത്താൻ. അപ്പൊ അറിയാതെ പറഞ്ഞതാണ്, കുത്തേറ്റത് പള്ളിയിൽ വെച്ചിട്ടാണ്. മൂപ്പർക്ക് അപ്പൊ ഓർമ്മ ഉണ്ടായില്ല പറഞ്ഞപ്പോഴേ.
അപ്പുസ്താദെ പള്ളിയിൽ വെച്ചിട്ടല്ലേ കുത്തേറ്റു, ആ മുപ്പത്തിയേര് പെരീന്ന് വന്നതേ ഇരിക്കുന്ന അവർ. ഇതൊക്കെ വേണ്ടി വരും. വലൗകാനമിന്റെ കയ്യിലില്ല ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. നിയമവിധികൾ അള്ളാഹു പറഞ്ഞതല്ല എങ്കിൽ, ഖുർആനെ കുറിച്ചിട്ടാണ് അത് പറഞ്ഞത്, അത് ഇസ്ലാമിക വിധികൾക്കൊക്കെ ബാധക. നിയമവിധികൾ അള്ളാഹു പറഞ്ഞതല്ല എങ്കിൽ എതിരെ വിരോധാഭാസം ഉണ്ടാകും, അതിലത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്നാണ്. അപ്പൊ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിക്കോട്ടെ. എന്നാൽ അവർക്ക് പള്ളിയിൽ പോകാൻ ഫർളാണെന്നോ പിന്നെ സുന്നത്താണെന്നോ ഞമ്മക്കാർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല. ജായിസാണ് എന്ന് മാത്രം അഭിപ്രായം. അതാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക് അഭിപ്രായം. ഇമാം ഷാഫി റഹിമഹുള്ളക്ക് ഒരു അഭിപ്രായം അതാണ്. കഴിഞ്ഞ ഒരു പേരിന്റെ ക്ലാസ്സിൽ ഷാഫി ഇമാമിന്റെ ഒരു ഫത്വ ഉദ്ധരിച്ചിട്ട് ഫേസ്ബുക്കിൽ എനിക്കെതിരെ പൊങ്കാലയാണ്. നോക്കിയതാ, വെടച്ചോടെ പൊങ്കാലയാണ്. അതേപോലെ ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, അടിമകൾ, യാത്രക്കാർ എന്നിവർ ജുമഴയിൽ നിന്ന് ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് ളുഹർ നമസ്കരിക്കുന്നത് നല്ലതല്ല. കാരണം അവർ പറയില്ല, അവിടുന്ന് പറയില്ല. കാരണം അവസാനത്തെ അത്തഹിയ്യാത്തിലെങ്കിലും ജുമഴയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അവർക്കതാണ് ഗുണം. അതിലാരുണ്ട്? കുട്ടികളുണ്ട്, രോഗികളുണ്ട്, അടിമകളുണ്ട്, യാത്രക്കാരുണ്ട്, വേറെ ആരുണ്ട്? കൂട്ടിയ കൂടൂല അല്ലേ? 27-ാം രാവിലെ പ്രാർത്ഥനാ സമ്മേളനം നടത്തുന്നവർ അവസാന പത്തില് ഒറ്റയായി എല്ലാ രാവിലും നടത്തേണ്ടതല്ലേ? പഠിച്ചോനെ, എവിടെ ഈ പൈസയൊക്കെ കൂടെ കൊണ്ടുവെക്കുക? 27-ാം രാവിലെ പൈസ എന്നെ ഇവിടെ ചാക്കിൽ കെട്ടിയിട്ടാ കൊണ്ടുപോകണമെന്നാ പറഞ്ഞ് അല്ലേ? റോട്ടും പക്കത്തൊക്കെ ബീപ്പക്കുറ്റി വെച്ചിരിക്കുകയാണ് പൈസ വാങ്ങാൻ. അതിപ്പോ ഇനി 5 രാവും കൂടി ആയാലും എന്ത് ചെയ്യാനാണ്? നിങ്ങളെങ്ങാനും പറയല്ലേ, ഇനി ആജാതി ഐഡിയ എങ്ങാനും വന്നാല് മലപ്പുറംകാർക്ക് നടക്കാൻ ഒഴിവുണ്ടാവില്ല അവസാനത്തെ പത്തിന് അല്ലേ? പ്രസ്തുത ദിവസം പ്രത്യേക മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്നതായി കാണുന്നു. വരട്ടെ. അത് പണ്ടെന്നെ ഉണ്ടായിരുന്നില്ല, 25,000 ചക്കര കലുത്തപ്പം ചുടന പരിപാടി അല്ലേ? അതിപ്പോ തുടങ്ങിയതല്ല, അത് പണ്ടെന്നെ ഉണ്ട്. നമ്മളായിട്ടിപ്പോ നിർത്തിയതാ. പിന്നെ ഈ വിവരമൊക്കെ തന്നെ കുറെ കണ്ടമാന ആൾക്കാർക്ക് ഷുഗറൊക്കെ ആയപ്പോഴേ ഇപ്പൊ പഴയ പഞ്ചാരൊന്നും തിന്നാൻ വയ്യ. അപ്പൊ മെല്ലെ ഒരു കുറവുണ്ട്, അല്ലാണ്ട് ദീനല്ല അല്ലേ? ഏതായാലും അതും ഇതുമായിട്ട് നിങ്ങൾ കൂട്ടിച്ചേർക്കല്ലേ. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഒരു അടിസ്ഥാനമില്ല. അടിസ്ഥാനം ഉണ്ടായിട്ടല്ലല്ലോ ഇപ്പൊ കൂടെ നടത്തുന്നത്. വിദ്യാധനം സർവധനാൽ പ്രധാനം, നമുക്കും ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം. ഉറക്കെ പറയും, പണം. നിങ്ങൾ ഇരിക്കൊന്നും തരാത്ത കിടക്കല്ലല്ലോ അല്ലേ? ഒരു തൊപ്പി ഇട്ടാ പൈസ എത്ര വരും നിങ്ങൾക്ക് അറിയോ? ഒരു തനിക്കിട്ടിട്ടൊരു വേണ്ടാന്ന് വെച്ചിട്ടാണ് അല്ലേ? 1,00,000-ൽ പരം പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഖുർആനിൽ പരാമർശിച്ച പ്രവാചകർക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്നുണ്ടോ? അല്ല. ഇവിടെ ഈ പള്ളിയിൽ ഇപ്പോൾ എത്ര ആളുണ്ട്? ഒരു 100 ചില്ലാൻ ആളുകളുണ്ട്. എനിക്ക് നിങ്ങളിൽ 10ഓ 20ഓ ആളുടെ പേര് മാത്രമേ അറിയൂ. അത് വെച്ചിട്ട് ഈ 10ഓ 20ഓ ആളുകൾക്ക് മാത്രമേ ഈ പള്ളിയിൽ ഇപ്പോൾ പ്രസക്തിയുള്ളൂ എന്നാണോ അതിന്റെ അർത്ഥം? എനിക്കറിയില്ല എന്നല്ലേ ഉള്ളൂ അല്ലേ? എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000-ലധികം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ 1,00,000 പ്രവാചകന്മാരിൽ 313 പേർക്ക് മുർസലുകൾ എന്ന പദവിയുള്ളവരാണെന്ന് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ 313 പേരിൽ 25 പേരുടെ പേരെ ഖുർആനിൽ വന്നിട്ടുള്ളൂ. ആ 25 പേരിൽ തന്നെ വളരെ ചുരുങ്ങിയ ആളുകളുടെ ആ കാര്യം മാത്രമേ വിശദമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ടൊന്നും മറ്റു പ്രവാചകന്മാർക്ക് ശ്രേഷ്ഠതയില്ല, പരിഗണനയില്ല എന്നല്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. അള്ളാഹു തന്ന ആ വേർതിരിവുകൾ ഞങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കുമെന്നതിനപ്പുറം പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങളൊരു വ്യത്യാസവും കാണിക്കുകയില്ല. ഞങ്ങൾക്ക് അവരുടെ പേര് അറിയട്ടെ അറിയാതിരിക്കട്ടെ. വെറുതെ ഞാൻ ചോദിക്കാം, ഈ ഇരിക്കുന്ന സദസ്സിൽ എത്ര പേർക്ക് ഖുർആനിൽ പറഞ്ഞ 25 പ്രവാചകന്മാരുടെ പേരുകൾ അറിയും? ഞാൻ വെറുതെ ചോദിച്ചാട്ടെ, നിങ്ങൾ അറിവ് അനുഭവിക്കാൻ വേണ്ടി ചോദിച്ചല്ല. അപ്പൊ നമുക്കറിയുമോ ഇല്ലയോ എന്നത് അവിടുത്തെ വിഷയമല്ല.
ആ പ്രവാചകന്മാരുടെ പേരുകൾ കാണാതെ പഠിക്കുക എന്നത് നരകത്തിൽ പോകാതിരിക്കാനുള്ള കാരണമല്ല. പിന്നെയോ വിശുദ്ധ ഖുർആൻ എന്താണോ അവരെ കുറിച്ച് പറഞ്ഞത് അതങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നതാണ് അഹ്ലു സുന്നത്തിന്റെ നിലപാട്. അത് ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. സൂറത്തുൽ ബഖറ 136. ഞങ്ങൾ അല്ലാഹുവിലും അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബിന്റെ സന്തതി പരമ്പരകളിൽ വന്ന പ്രവാചകന്മാർ, മൂസാ നബി, ഈസാ നബി എന്നിവർ തൊട്ട് അള്ളാഹു നിയോഗിച്ച സർവ്വ പ്രവാചകന്മാരിലും അവർക്ക് അള്ളാഹു നൽകിയ സർവ്വ വേദഗ്രന്ഥങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി മിൻഹും, ഞങ്ങൾ അവർക്കിടയിൽ ഒരു തിരിച്ചു വ്യത്യാസവും കാണിക്കുകയില്ല. കാരണം വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. അത് അള്ളാഹ് പറഞ്ഞത് അങ്ങനെ തന്നെ ഞങ്ങളാണ് അംഗീകരിക്കും. സൂറത്ത് അൻ-നിസായിൽ മറ്റൊരു സംഭവം പറയും, യുരീദൂന യുഫർരിഖു ബൈനല്ലാഹി വറസുലിഹി, ഒരു വിഭാഗം ആളുകളുണ്ട് അള്ളാഹിന്റെ പ്രവാചകന്മാരെ പല തട്ടുകളാക്കി ചിലരെ വിശ്വസിക്കും ചിലരെ അംഗീകരിക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖൻ, അവർ കാഫിറുകളാകും. അപ്പോൾ ഈ വിഷയത്തിൽ വളരെ കരുതലോടെ വേണം സംസാരിക്കാനും സമീപിക്കാനും. പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചവരാണ്, നമുക്കവരുടെ പേരുകൾ അറിയില്ല. ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ കാണാം. വിശുദ്ധ ഖുർആനിൽ 25 പേരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 1,00,000-ലധികം പ്രവാചകന്മാരുണ്ട് എന്നും അതിൽ 313 പേർ മുർസലുകൾ എന്ന മർത്തബയുള്ളവരാണെന്നും ഒക്കെ പഠിപ്പിക്കുന്നത്. അതിൽ 5 പേർ ഖുർആനിൽ പറഞ്ഞ 25 പേരിൽ 5 പേർ ഉലുൽ അസ്മ എന്ന ഗണത്തിൽ കുറച്ചുകൂടി ഉയർന്ന മർത്തബയുള്ളവരാണെന്നും ഇവരുടെ എല്ലാ മർത്തബയ്ക്കും മുകളിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മർത്തബ എന്നുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതങ്ങനെ തന്നെ അംഗീകരിക്കുക. അത് വെച്ച് ഒരാളും പ്രവാചകന്മാരിൽ മോശക്കാരാണ് എന്ന് കാണാൻ പാടുമില്ല. ഓക്കെ. തിന്മയിൽ മാത്രം ജീവിക്കുന്ന ഒരാൾക്ക് സക്കാത്തോ സ്വതക്കയോ നൽകിയാൽ അദ്ദേഹം അതുകൊണ്ട് ചെയ്യുന്ന തിന്മകൾക്ക് കൊടുത്ത ആൾക്ക് ഉത്തരവാദിത്വമുണ്ടോ? ഉണ്ടാവൂലേ? കള്ളു കുടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാൾക്ക് സക്കാത്തിന്റെ പൈസ കൊടുത്താൽ ഓനെന്ന് പണിയെടുക്കാതെ കള്ളുടിക്കാൻ കൈയിട്ടിന്നല്ലാതെ എന്താണ്? ചീട്ട് കളിക്കാൻ പോകാൻ നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങൾ പൈസ കൊടുത്താൽ ഓൻ അതേറ്റ് പോയിട്ട് പുള്ളിക്ക് വെക്കുന്നല്ലാതെ എന്താണ്? അല്ലേ? ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് നിങ്ങൾ പൈസ കൊടുത്താൽ ഓൻ ലോട്ടറി ടിക്കറ്റ് എടുക്കും, വേറെ ഓൻ അതായിട്ടൊന്നും ചെയ്യൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. അതേസമയം ഓൻ കള്ളുകുടിയനാണ്, അല്ലെങ്കിൽ ഓൻ പിന്നെ ചീട്ട് കളിക്കുന്ന ആളാണ്, ഓൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളാണ്, ഓൻ്റെ ഭാര്യ മക്കളും ഉമ്മയും മക്കളും പിന്നെ മാപ്പയൊക്കെ ജീവിക്കണ്ടേ? നിങ്ങൾ ആ പൈസ അവർക്ക് അരിയും കൂട്ടാൻ വെക്കാനും മേടിച്ചു കൊടുത്താളി, അവർക്ക് ചികിത്സക്കുള്ള പൈസ കൊടുത്താളി. ഈ ചങ്ങായിയുടെ കൈ കൊടുത്താലേ തികരാവുള്ളൂ. ആ കുടുംബം പട്ടിണി കിടക്കരുത്. ഞാൻ ചെയ്യുന്ന തെമ്മാടിത്തരം കൊണ്ട് എൻ്റെ കുടുംബം പട്ടിണി കിടക്കരുത്. അവർ നിസ്സഹായരാണ്, അല്ലേ? ഇയാളെ പണിയെടുത്തിട്ടൊന്നും കൊണ്ടുവരില്ല, ഇയാൾ കാരണം വേറെ ഒരാളും പഠിച്ചവനെ 10 രൂപേൻ്റെ ഒരു സഹായം ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള സങ്കടം അവർക്കുണ്ടാകാൻ നമ്മളായിട്ട് കാരണമാവരുത്. അപ്പൊ അതിനെ വേർതിരിച്ച് തന്നെ കാണണം. ഏതായാലും വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന് സഹകരിക്കരുത്, ശത്രുതക്കും സഹകരിക്കരുത്. തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിൽ സഹകരിക്കുവിൻ, തഖ്വയിൽ സഹകരിക്കുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതാണ്. ഒരു അമുസ്ലിങ്ങൾക്ക് സക്കാത്ത്, സ്വതക്ക, ഫിത്ർ സക്കാത്ത് കൊടുക്കാമോ? സ്വതക്ക കൊടുക്കാം എന്നതിൽ ഒരു തർക്കവും വേണ്ട. സ്വതക്ക കൊടുക്കാം. പാവപ്പെട്ടവർക്ക്, ദാരിദ്ര്യമുള്ളവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, രോഗത്തിന് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തവർക്ക്, വസ്ത്രമില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക് ജാതിയില്ല, മതമില്ല. പട്ടിണിയുടെ മതം പട്ടിണിയാണ്, ദാരിദ്ര്യത്തിന്റെ മതം പട്ടിണിയാണ്. അതിന് മതവ്യത്യാസമില്ല. അത് നമ്മൾ അംഗീകരിക്കുകയുമില്ല. ഫലക്ക് തഹമ്മൽ അഖബ, ഒരു മലമ്പാത താണ്ടിക്കിടക്കാനുണ്ട് എന്ന് പറഞ്ഞിടത്ത് ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടുമാണ്. അതിൽ അനാഥയുടെ കാര്യം പറഞ്ഞപ്പോൾ മാത്രമാണ് യതീമൻ ദഅ ഖറബ, അടുത്ത കുടുംബത്തിലെ അനാഥകൾക്ക് പരിഗണനയില്ലെങ്കിൽ നരകമാണ് ഫലം.
പക്ഷേ പട്ടിണിയുടെ ദിവസവും പിന്നെ നിർധനരായ നിസ്സഹായരായ റോട്ടും പക്കത്ത് കിടക്കേണ്ടി വരുന്ന ആളുകളെ കൂട്ടി പറഞ്ഞപ്പോഴും ഫിയൂമിനതി മസകബായ് എന്ന് പറഞ്ഞപ്പോഴും ഔ മിസ്കീനല്ല മത്തറബായ് എന്ന് പറഞ്ഞപ്പോഴും അവിടെ മതം പറഞ്ഞില്ല. അതുകൊണ്ട് സ്വതക്ക അവർക്ക് നൽകാം. ഫിത്തർ സക്കാത്തും അവർക്ക് നൽകുന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അത് അവർക്ക് കൊടുക്കൽ സുന്നത്താണ് എന്നെങ്ങാനും ഞാനിട്ട് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. നാട്ടിൽ കഷ്ടപ്പാടുണ്ട്, നമുക്കറിയാവുന്ന ആളുകളാണ് എങ്കിൽ അവരുടെ കഷ്ടപ്പാട് തീർക്കാൻ ഇതിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതോടുകൂടി പറയാനുള്ളത് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത്, ഫിത്തർ സക്കാത്ത് വാങ്ങാൻ നമുക്കർഹതയില്ല എന്ന് നമ്മൾ അറിയുക അല്ലേ. എനിക്ക് ഏതായാലും അത് അർഹതയില്ല. എൻ്റെ വീട്ടിൽ മറ്റൊരാളുടെ സഹായം കിട്ടിയിട്ട് വേണ്ട ഇപ്പോൾ ജീവിക്കാൻ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ട് അല്ലേ. ഞാനാണെങ്കിൽ ഫിത്തർ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനത് കൊടുക്കുന്നത് എൻ്റെ നോമ്പിൽ വന്ന പിന്നെ വീഴ്ചകൾക്കുള്ള പ്രായശ്ചിത്തമായിട്ടാണ്. എന്നിട്ടത് ഞാൻ തന്നെ വാങ്ങി തിന്നാം അല്ലേ. അത് മിസ്കീന്മാരുടെ ഭക്ഷണമാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മിസ്കീനല്ല എന്ന് എനിക്കറിയാം, നാട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് അത് നമ്മൾ വാങ്ങാതിരിക്കാം. അപ്പോൾ അത് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കൂടുതൽ കൊടുക്കാൻ സാധിക്കും. അള്ളാഹു തിരിച്ചറിവുള്ളവരായി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മുസ്ലിമിൻ്റെ പിന്നെ സക്കാത്ത് അതിലൊരു വിഹിതം മുഅല്ലഫത്തുൽ ഖുലൂബിനുള്ളതാണ് എന്നത് ഇവിടെ വ്യക്തമായി നമ്മളൊരു ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിമിൻ്റെ ജനാസ വീട്ടിലോ പൊതു ഖബർസ്ഥാനിലോ അല്ലാതെ മറവ് ചെയ്യാമോ? പൊതു ഖബർസ്ഥാനിൽ മറവ് ചെയ്യുന്നതാണ് ഇസ്ലാം പഠിപ്പിച്ച ശീലം. വീട്ടിൽ മറവ് ചെയ്യുന്ന സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പ്രവാചകന്മാർ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെയാണ് അവരെ മറവാടുകയും ചെയ്യുക എന്നാണ്. അതനുസരിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ മറമാടപ്പെട്ടത്. അവരോ അദ്ദേഹത്തോടൊപ്പം എന്നെയും മറമാടണമെന്ന് അബൂബക്കർ സിദ്ദീഖിന്റെ വസിയ്യത്തുണ്ട്. അവരോട് രണ്ടുടെ അടുത്ത് തന്നെ എന്നെയും മറമാടിയാൽ തെറ്റില്ലായിരുന്നു എന്ന ആഗ്രഹം ഉമർ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ മറമാടുന്നത് ഹറാമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷെ അതൊരു നല്ല സമ്പ്രദായമല്ല. മുസ്ലിമീങ്ങളുടെ ഖബറും പിന്നെ മയ്യത്ത് മറമാടേണ്ടതും പള്ളിപ്പറമ്പിൽ തന്നെയാണ്. എന്നാൽ പൊതുസ്ഥലത്ത് മറമാടിക്കൂടാ എന്നതിൽ നിന്നൊന്നും കിട്ടുകയുമില്ല. അതിൽ മുസ്തഹബായ അഫ്ളലായ രീതി പൊതു ഖബറിസ്ഥാൻ മുസ്ലിം ഖബറിസ്ഥാനിൽ തന്നെ അവരെ മറമാടുക എന്നതാണ്. ഒരാൾക്ക് ലഭിച്ച ഫിത്ർ സക്കാത്ത് കൊണ്ട് സ്വന്തം ഫിത്ർ സക്കാത്ത് കൊടുക്കാമോ? സുബ്ഹാനല്ലാഹ്, അങ്ങനെയായോ? ഒരു ശൈത്താൻ ഇവിടെ വിശന്ന് കരയാണ്, വേറെ ശൈത്താൻ അയാളുടെ കണ്ണീര് കുടിച്ച് വിശപ്പ് മാറ്റണമെന്ന് പറഞ്ഞതുപോലെയായോ? അതെ, മറ്റേ അയലോക്കത്തുനിന്ന് ഇങ്ങോട്ട് ഫിത്ർ കിട്ടി അതേ പറയണതാണ്. അയലോക്കക്കാരെന്നുണ്ടെങ്കിലും അരി ഇവിടെ കൊടുന്നു, ഞാൻ ആരുണ്ടെങ്കിലും അരി അയലോക്കക്കാർക്ക് കൊടുത്ത്, അതാണ് ഇവിടെ നടക്കുന്ന സമ്പ്രദായം. അവര് വാങ്ങേണ്ട ആൾക്കാരല്ലല്ലോ, വേറെ വാങ്ങാൻ ആളില്ലല്ലോ അല്ലേ. അറബികളിൽ 95% മുകളിലും സ്വയം പര്യാപ്തരാണ്. പിന്നെ അവരെന്തത് ചെയ്യുക? ഇതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കണല്ലാണ്ട് നിവൃത്തിയില്ല, ബാധ്യത തീർക്കണ്ടേ. പക്ഷെ കേരളം അങ്ങനെയാണോ? കേരളം അങ്ങനെയല്ലല്ലോ. എപ്പോഴും കണ്ണീരോടെ മാത്രം ഓർക്കാൻ പറ്റുന്ന സംഗതി എന്താ നിങ്ങൾ? അത് ചാലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണേ. അവസാന 10 തിരൂർ മങ്ങാട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇഫ്താർ കിറ്റിൻ്റെ സമ്പ്രദായം തുടങ്ങി വെച്ച് 10 കിറ്റ് എന്ന് പറഞ്ഞത് മിമ്പറിൽ പറഞ്ഞപ്പോൾ 230 കിറ്റായി. തെരഞ്ഞു പിടിച്ച് 230 വീടുകളിൽ ഇത് കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങൾ പ്രവർത്തകരൊക്കെ കൂടെ അങ്ങനെ സമാധാനിച്ച് വൈകുന്നേരം പള്ളിയിൽ നോമ്പ് നടന്നങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന പള്ളിയുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാൾ കാത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം എന്തെന്ന് വെച്ചാൽ എൻ്റെ വിചാരം മൂപ്പർ എന്നെ അങ്ങോട്ട് നോമ്പുറക്കാൻ കൊണ്ടുപോകാനാണ് വിളിക്കലെന്നാ. ഞാനാണെങ്കിൽ പള്ളിയിലെ തൊട്ട് തന്നെയാണ് എൻ്റെ വീടും, കുടുംബസമേത താമസം. എന്തെന്ന് വെച്ചപ്പോൾ ഇയാളെ കണ്ണുകൂടെ വെള്ളം ഇങ്ങനെ വന്ന് ഇന്നത്തെ കാര്യം എന്തെങ്കിലുമൊക്കെ ആക്കും, നാളേക്ക് എന്താ ചെയ്യാനൊരു പിടുത്തമില്ല. ഇന്നത്തെ കാര്യം എന്തെങ്കിലുമൊക്കെ ആവും. ഒരാളെ കണ്ടാൽ നല്ല മാന്യനാണ്, അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് അവസ്ഥ അതല്ല എന്ന് ഞാൻ പറഞ്ഞു. പല മാന്യന്മാരായി കാണുന്ന പലരുടെയും അടുക്കള പുകയാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം നമുക്കത് ഉപയോഗിക്കേണ്ടത് അവർ കൊണ്ടുപോട്ടെ, അവർ കൊണ്ടുകൊടുക്കാം. അവരുടെ വീട് നിറയട്ടെ, മക്കളുടെ പട്ടിണി മാറട്ടെ, അവരുടെ കണ്ണിൽ 4 ദിവസമെങ്കിലും സന്തോഷത്തിൻ്റെ തെളിച്ചുണ്ടാവട്ടെ. ആ പ്രാർത്ഥന ഈ സമുദായത്തിനുണ്ടാകും, നമ്മുടെ വീടിനുണ്ടാകും.
ഈ മഹല്ലത്തിനുണ്ടാകും. ഇക്ക് വേണ്ടെന്നാണ് പറഞ്ഞാൽ മതി. അപ്പം എൻ്റെ ഉടമസ്ഥന്മാർക്ക് അതവിടെ എത്തൂലേ? എത്തും. 100 ആളുകൾ സക്കാത്തിന്റെ പൈസ ഇവിടെ കൊടുത്തിട്ട് 90 ആൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഈ 100 ആളുടെ സക്കാത്ത് പിന്നെ എവിടുക്ക പോവാ? തെരഞ്ഞു പിടിച്ച് കണ്ടെത്തും. ആരാണ് അതിന്റെ അവകാശികളെന്ന് തെരഞ്ഞ് കണ്ടെത്തിക്കോളും. അപ്പൊ അത് വേണ്ടാന്ന് പറയണം. നമ്മൾ കിട്ടിയ തന്നെ അപ്പുറത്ത് കൂടി കൊടുത്തിട്ട് ആ പൈസയും കൂടി ലാഭിക്കാന്നുള്ളത് നമ്മുടെ നോമ്പിന്റെ ഒരു നിലവാരത്തിൽ യോജിച്ചതല്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ജമാഅത്ത് നമസ്കാരത്തിൽ കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുന്നവർ സ്വഫ് ശരിയാക്കാൻ കസേര എങ്ങനെയാണ് വെക്കേണ്ടത്? കസേരയുടെ പിൻകാല് സ്വഫിൽ ആളുകളുടെ മടമ്പുകാൽ എവിടെയാണോ ഉള്ളത് അവിടെയാണ് വെക്കേണ്ടത്. കസേരയുടെ സ്റ്റൂളിന്റെ പിൻകാല് ആളുകളുടെ സ്വഫിൽ ആളുകളുടെ മടമ്പുകാലിനോട് ചേർത്ത് വെക്കണം. നിൽക്കുന്നയാൾ കസേരക്ക് മുമ്പിൽ നിൽക്കണം. അയാൾ ഇരിക്കുമ്പോൾ സ്വഫിനൊപ്പമായിരിക്കും അപ്പോൾ സ്ഥാനം. അപ്പോൾ ആ കസേരയുടെ പിൻകാല് അയാളുടെ സ്ഥാനമായി പകരക്കാരനായിട്ടാണ് കണക്ക് കൂട്ടുക. മറ്റൊരു ഉപകാരം അതുകൊണ്ടുള്ളത് അയാളുടെ പിന്നിലെ സ്വഫിന് മുടക്കമൊന്നും ഉണ്ടാവുകയില്ല. ഒരു 4 ആള് ഒരു സ്വഫിൽ ഒരാളെങ്കിലും ഉണ്ട്, ഒരാളെ ഉള്ളൂ, അയാൾ കസേര പിന്നിലേക്കാണ് ഇടുന്നത് എങ്കിൽ പിന്നിലെ സ്വഫിൽ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം പോകും. സ്വഫിന് അവിടെ വിടവും ഉണ്ടാകും. ഇതൊന്നും മിസ്കാത്തിയുടെ അഭിപ്രായമല്ല, പണ്ഡിതാഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കസേരയുടെ ഇരിപ്പിടത്തിന്റെ പിൻകാല് സ്വഫിൽ മറ്റുള്ളവരുടെ മടമ്പുകാലിനോട് ചേർത്ത് വെക്കുക. കസേരയ്ക്ക് മുമ്പിൽ നിൽക്കുന്നവൻ നിൽക്കുകയും ചെയ്യുക. അത്തഹിയാത്തിൽ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കസേരയിൽ ഇരിക്കുന്നത്. ആയിക്കോട്ടെ, ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നിൽക്കുമല്ലോ. അത്തഹിയാത്തിന്റെ സമയത്ത് നിങ്ങൾ കസേരയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ആളുകളോടൊപ്പമായിരിക്കും നിങ്ങളുടെ സ്ഥാനമുണ്ടാവുക. വിശ്വാസപരമായ അശേരി മാത്തുരിദി എന്നീ സരണികളിൽ വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പ്രമാണബദ്ധമായി ഇതിൻ്റെ വിധിയുണ്ട്. അബൂ മൻസൂറുൽ മാത്തുരീദി എന്നാണ് മാത്തുരീദി ഇമാമിന്റെ മുഴുവൻ പേര്. അബുൽ ഹസൻ അൽ അശാരി എന്ന അശേരി ഇമാമിന്റെ മുഴുവൻ പേരും. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവർ 4 പേരും കർമ്മശാസ്ത്ര സരണികളെ കർമ്മശാസ്ത്ര മേഖലയിൽ ആഴത്തിൽ ഗവേഷണം നടത്തി ഖുർആനിനും അവർക്ക് ലഭിച്ച ഹദീസിനും അനുസൃതമായി കർമ്മശാസ്ത്ര നിയമാവലികൾ രൂപീകരിച്ച മഹാരഥന്മാരാണ്. അതേസമയത്ത് മാതുരീദി ഇമാമും അശ്അരി ഇമാമും വിശ്വാസ മേഖലയിൽ കൃത്യമായ അപഗ്രഥനം നടത്തി അന്ന് അവർക്ക് കിട്ടിയ സ്രോതസ്സുകൾ ഉപയോഗിച്ച് പരമാവധി വിശ്വസ്തയോടുകൂടി പ്രവർത്തിച്ച വിശ്വാസ മേഖലയിൽ ആദർശ മേഖലയിൽ ഗ്രന്ഥരചനകൾ നടത്തിയ ഇമാമുമാരുമാണ്. അതേ സമയത്ത് അശ്അരി ഇമാമിന് താൻ നിലകൊണ്ട രീതി ശരിയായിരുന്നില്ല എന്ന് പിന്നീട് തോന്നുകയും അദ്ദേഹം അഹ്ലുസ് സുന്നത്തിന്റെ ശരിയായ സരണിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പിൽക്കാലത്തുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ പഴയ രചനകളെ തന്നെയാണ് അടിസ്ഥാനമാക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഇല്ല. അശ്അരി ത്വരീഖത്ത്, മാതുരീദി ത്വരീഖത്ത് എന്നിങ്ങനെയുള്ള 2 ത്വരീഖത്തുകളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുർആനും സുന്നത്തും എന്ന പോളിസിയും പരസ്പരം യോജിക്കുകയില്ല. എപ്പോഴും മുസ്ലിം ലോകത്തിന്റെ നിലപാട് ഫൽ അഅ്മാലു വൽ അഖ്വാലു തൂസനു അലാ അഅ്മാലിഹി വ അഖ്വാലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ വാഫഖ ഖുബില ഫമാ ഖാലഫ ഫമർദൂദൻ അലാ ഖായിലിഹി വ ഫാഇലിഹി കായിന മൻ കാൻ എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ ഉദ്ധരണിയാണ്. വിശ്വാസപരമായോ കർമ്മപരമായോ സ്വഭാവ സംബന്ധിയായോ പെരുമാറ്റ സംബന്ധിയായോ സാമ്പത്തിക മേഖലയോ ഏതാവട്ടെ, മുസൽമാൻ പരലോകത്ത് പുണ്യം ലഭിക്കണമെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും വിചാരിച്ച് ചെയ്യുന്ന ഏതൊരു കാര്യവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോടും പ്രവൃത്തികളോടുമാണ് തുലനം ചെയ്യേണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോടും പ്രവൃത്തികളോടും തുലനം ചെയ്തിട്ട് അതുമായി യോജിച്ചു വരുന്നത് ആരു പറഞ്ഞാലും എപ്പോ പറഞ്ഞാലും ഏത് വിഷയത്തിൽ പറഞ്ഞാലും ഖുബില, അത് ഈ സമുദായത്തിന് സ്വീകാര്യമാണ്. സമുദായം സ്വീകരിക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പൊ ആരുടെ വാക്കാണ്? ഖുർആനാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വാക്കാണ്. അതിനനുസരിച്ചാണ് പറയുന്നത് എങ്കിൽ ആര് പറഞ്ഞതും സ്വീകരിക്കാം. വമാ ഖാലഫ, എന്നാൽ അതിന് വിരുദ്ധമായതാണ് പറയുന്നത് എങ്കിൽ ഫമർദൂദുൻ അലാ ഫാഇലിഹി വ ഖായിലിഹി, അത് പറഞ്ഞവനും ചെയ്തവനും തന്നെ ഏറ്റെടുക്കട്ടെ അതിന്റെ ബാധ്യത. കായിനം മൻ ഖാൻ,
അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും വമ്പനാണെങ്കിലും സമുദായം അത് ഏറ്റെടുക്കേണ്ടതില്ല എന്നതാണ് അഹ്ലുസുന്നത്തിന്റെ ആധികാരികമായ നിലപാട്. ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് മദ്ഹബി ചിന്ത പിന്നീട് വളർന്ന് പന്തലിച്ചു വന്നത് എന്നതാണ് സത്യം. അത് പറഞ്ഞതിനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് എനിക്ക് പൊങ്കാല വന്നത്. പൊങ്കാല എന്നുള്ള പച്ചത്തെറി വിളിച്ച് പറയന്നെ. നോമ്പാന്നുള്ളൊരു ചിന്ത പാവങ്ങൾക്കില്ല. നമുക്കിതിന് മറുപടി പറയാനുണ്ടോ? പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ നമ്മളിപ്പോഴും പറയും മദ്ഹബിന്റെ ഇമാമികൾ മഹത്തുക്കളാണ്, അങ്ങേയറ്റം ആദരവും ബഹുമാനവും നൽകേണ്ടവരാണ്. അവരുടെ പദവിയെ അല്പമെങ്കിലും ഇകഴ്ത്തുക എന്നത് അഹ്ലുസുന്നത്തിന്റെ പുറത്തേക്കുള്ള മാർഗമാണ്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ. ഖുർആൻ സൃഷ്ടിയാണ് എന്ന് ഖലീഫ മഅ്മൂനിന്റെ വാദത്തിന് എതിര് നിന്നതിന്റെ പേരിൽ മാത്രം ഒരു ഉദാഹരണം പറയാൻ, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മറ്റുള്ള പടപ്പുകളെ പോലെ എന്ന് ഖലീഫ മഅ്മൂൻ അബ്ബാസി ഖിലാഫത്തിലെ ഉഗ്രപ്രതാപിയായ ഖലീഫ മഅ്മൂന്റെ നിലപാടിന് എതിര് നിന്നു. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന വാദത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നല്ല, അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടു. വസ്ത്രമുരിഞ്ഞ് മഞ്ഞൾ തേച്ച്, ശരീരം മുഴുവൻ മഞ്ഞൾ തേച്ച്, കഴുതപ്പുറത്ത് പിന്തിരിഞ്ഞിരുത്തി, ചിരട്ട കൊണ്ട് ചെരുപ്പ് കൊണ്ട് മാലയിട്ട് അങ്ങാടിയിലൂടെ അദ്ദേഹം ഈ മൗമൂന്റെ കിങ്കരന്മാർ ഇമാം അബൂബക്കർ അഹ്മദ് ബിൻ ഹംബലിനെ അടിച്ച് കൂകി വിളിച്ച് ജയിലിലിട്ട് ക്രൂരമായി മർദ്ദിച്ച്. എന്തിനാണ്? അഹ്ലുസുന്നത്തിന്റെ നിലപാടുകൾക്ക് നിലനിൽപ്പുണ്ടാവാൻ വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ പേരിൽ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഭീകരമായി ആക്രമിക്കപ്പെട്ടു. അതിസമ്പന്നനായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് രക്ഷപ്പെട്ടു നിൽക്കുന്നത്. ഇങ്ങനെ കഷ്ടപ്പെട്ടത് അവർ പിൽക്കാലക്കാർക്ക് അവർ പഠിച്ചതനുസരിച്ച് അവർക്ക് കിട്ടിയ പ്രമാണമനുസരിച്ച് ദീൻ എത്തിക്കുവാനും അത് ക്രോഡീകരിച്ചു വെക്കുവാനും പരിശ്രമിച്ചത് കൊണ്ടാണ്. പക്ഷേ മനുഷ്യ സഹജമായ അബദ്ധങ്ങളും അന്നത്തെ കാലത്തുണ്ടായിരുന്ന വാർത്താവിനിമയ സംവിധാനങ്ങളുടെ പരിമിതിയും കാരണം അവർക്ക് ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർ തന്നെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ മദ്ഹബ് പറയുന്നിടത്ത് ഒരിടത്ത് കാണാം, 9 വയസ്സിൽ പള്ളി ദർസിൽ പഠിക്കുന്ന സമയത്ത്, ദർസില്ലാത്ത ഒരു വിശ്രമ സമയത്ത് കുട്ടികളൊക്കെ കൂടെ കളിച്ചിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വയസ്സനായ വല്യാപ്പ പള്ളിയിലേക്ക് ഇങ്ങനെ നിരാശനായി കടന്നു കയറി പോകുന്നത് കുട്ടികൾ കാണുന്നു. കുട്ടികൾ അയാളെ വിളിച്ചിങ്ങോട്ട് എങ്ങോട്ട് വന്നതാണ്? ഞാൻ ഉസ്താദിനെ കാണാൻ വന്നതാണ് എന്ന് പറയുന്നു. ഉസ്താദിന്റെ റൂമിലേക്ക് കുട്ടി വഴി ആളെ ആക്കി കൊടുത്തിട്ട് കുട്ടികളൊക്കെ കളി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നത് അങ്ങോട്ട് പോയതിനേക്കാൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും കൂടെ ഇരുത്തിയിട്ട് ഇയാളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ്, ഞാനൊരു ഫത്വ ചോദിക്കാൻ വന്നതാണ്, എൻ്റെ സമയമില്ല കേട്ടോ, എന്നാലും ഞാൻ പറയുകയാണ്, ഇത് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് പ്രശ്നം? ഞാനൊരു കച്ചവടക്കാരനാണ്. ഞാൻ ഭാര്യയുടെ വാപ്പയും ഞാനും തമ്മിൽ ഒരു പിണക്കുണ്ടായിരുന്നു. പിണക്കത്തിന്റെ കൊടുമുടിയിലെത്തിയ സമയത്ത് കച്ചവടത്തിന് പോകുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞ്, എൻ്റെ അനുവാദമില്ലാതെ നീ നിന്റെ വാപ്പയെ കാണാൻ പോയാൽ, വാപ്പൻ്റെ വീട്ടിൽ പോയാൽ അന്ന് നമ്മൾ തലാക്കായിരിക്കും. തലാക്ക് ഷർത്തി എന്നാണ് അതിന് പറയാം. പിന്നെ നമ്മൾ ഭാര്യയും ഭർത്താവുമല്ല. യാത്ര കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതിനിടയിൽ അവരുടെ വാപ്പ മരിച്ചിരുന്നു. വാപ്പയുടെ മയ്യത്ത് കാണാതിരിക്കാൻ അവർക്ക് കഴിയില്ല. അവർ പോയി, തലാക്കായി. എന്താണ് അതിൻ്റെ ഹുക്കുമെന്ന് ചോദിക്കാൻ ഞാൻ വന്നതാണ്. ഉസ്താദ് എന്ത് പറഞ്ഞു? ഉസ്താദ് അത് തലാക്കായി, തലാക്ക് ഷർത്തിയാണെന്ന് പറഞ്ഞ് എനിക്ക് അവളില്ലാതെ ഇനി മുന്നോട്ട് പോകാനും കഴിയില്ല. ഞാനിനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. ഇപ്പൊ കുട്ടികളെല്ലാവരും അന്തം വിട്ട് നിന്ന്. പക്ഷെ ഈ 9 വയസ്സുകാരൻ പറഞ്ഞ്, വല്യാപ്പ തലാക്കായിട്ടില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു. കേട്ടോളിട്ടോ. ആ 9 വയസ്സുകാരൻ്റെ പേരാണ് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ. നമ്മൾ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ പഠിക്കേണ്ടുന്ന ചില കാര്യമാണ്. വാപ്പ സമ്മതിച്ചില്ല. വാപ്പൻ്റെ കയ്യും പിടിച്ചിട്ട് കുട്ടി എന്നിട്ട് തന്നെ കയറി ചെന്ന് ഉസ്താദിൻ്റെ റൂമിലേക്ക്, ഉസ്താദ് നിങ്ങളിങ്ങനെ പറഞ്ഞടാ ഉസ്താദ്, അതെങ്ങനെ ശരിയാവുക? എന്തേ? എൻ്റെ അനുവാദമില്ലാതെ വാപ്പൻ്റെ വീട്ടിൽ പോയാൽ തലാക്കാവുന്നതാണല്ലോ ഷർത്ത്. ഉസ്താദ്, വാപ്പ മരിച്ചിട്ടല്ലേ പോയത്? വാപ്പ മരിച്ചിട്ട് പോയാൽ അതെങ്ങനെ വാപ്പൻ്റെ വീടാവുക? സുബ്ഹാനല്ലാഹ്.
വാപ്പ മരിച്ചിട്ടല്ലേ പോയത്, പിന്നത് വാപ്പന്റെ വീടല്ലല്ലോ ഉസ്താദെ, ഇവരൊക്കെ കൂടെ വീടല്ലേ. എന്നോടെ പറയണ അപ്പൊ പൊട്ടിക്കും ഞാൻ, ജിന്നെ പഠിപ്പിക്കാൻ മാത്രം ആയിടം ചോദിക്കും. പക്ഷേ മഹാനായ ഉസ്താദ് തന്റെ അതിമഹാനായ ആ ശിഷ്യനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് ആ സത്യം മകനെ ബോധ്യപ്പെടുത്തി തന്നതിന് നന്ദി. അതാണ് ഇമാമികൾ. അവരെയാണ് ഈ കിതാബ് നേർക്ക് വായിക്കാൻ അറിയാത്ത ഞാനും നിങ്ങളും തമ്മിലിട്ട് പൊട്ടിക്കണത്. പക്ഷെ ഇങ്ങനൊക്കെ ആയിട്ട് അവർ പറഞ്ഞ് നമുക്ക് തെളിവുകൾ മുഴുവനും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവോ അതിനെതിരെയാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എൻ്റെ ആ വാക്കാണ് വിട്ടാളി, അത്രേ ഉള്ളൂ. എൻ്റെ ആ വാക്കാണ് വിട്ടാളി. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചാളി. അപ്പൊ 4 മദ്ഹബിനെ പിൻപറ്റുന്നവരാരാ? മുജാഹിദുകളാ. കിതാബിന് സുന്നത്തിനും അനുസരിച്ച് ആര് പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കും. കിതാബിന് സുന്നത്തിനെതിരെ ആര് പറഞ്ഞാലും നമ്മളോടത് സ്വീകരിക്കേണ്ടതില്ല എന്ന് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളാ പറഞ്ഞ്. അപ്പൊ നമ്മളാരാ? നമ്മളാ ഇമാമികള ആളുകൾ. ഓക്കെ, അത് തന്നെയാണ് ഇമാം അബുൽ ഹസൻ അശ്അരിയെ കുറിച്ചും ഇമാം അബൂ മൻസൂർ മാതുരിദിയെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്. അവർക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ടത് അവരെഴുതി, പിന്നീട് അത് സത്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരതിൽ നിന്ന് പിന്മടങ്ങുകയും ചെയ്തു. ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമിന്റെ വുളൂ മുറിഞ്ഞു പോയാൽ ആ നമസ്കാരം പൂർത്തീകരിക്കുന്നത് എങ്ങനെ? അയാളാണ് മാറിക്കൊടുത്ത് തൊട്ട് ബാക്കിലുള്ള മറ്റൊരാൾ അവിടെ കയറി നിൽക്കുക, അയാളാണ് മാറിക്കൊടുക്കുക. അയാളുടെ തൊട്ട് ബാക്കിലുള്ള പിന്നിൽ നിൽക്കുന്ന ആദ്യത്തെ സഫിലെ ഒരാളായിട്ട് കയറി നിന്ന് നമസ്കാരം പൂർത്തിയാക്കുക. അയാൾ പോയി കൊടുത്ത് വന്ന് രവ നമസ്കരിച്ചോട്ടെ. ഈ ഇമാമിന് അയാൾക്ക് തുടരാൻ പറ്റുമെങ്കിൽ അയാൾ തുറന്നോട്ടെ, അതിലൊന്നും പ്രശ്നമില്ല. മതം പൗരോഹിത്യത്തിൻ്റെതല്ലല്ലോ, ഇത് പൊതുജനങ്ങളുടെ മതമല്ലേ, എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാനും കൊണ്ടുനടക്കാനും പറ്റുന്ന മതമാണ്. ഇതിൽ പൗരോഹിത്യം ഇല്ലല്ലോ. പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്ന ഞാൻ എന്തപ്പനും വരാത്തത് ചിന്തിക്കാണ്. പെരുന്നാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നാൽ ജുമാ നിർബന്ധമില്ലെന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണുന്നു. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇതൊന്ന് വിശദീകരിക്കാമോ? പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂദാവൂദും ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിലൊക്കെ കാണാൻ സാധിക്കും. ഇതാ 2 ആഘോഷങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു, 2 ആഘോഷങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. അതുകൊണ്ട് ജുമാ നമ്മളിവിടെ സംഘടിപ്പിക്കും, പക്ഷേ പങ്കെടുക്കേണ്ടവർ പങ്കെടുത്താൽ മതി. ഇതാണ് ഹദീസിന്റെ കണ്ടന്റ്. അതാണ്. ഇതിങ്ങനെ വായിച്ചിട്ട് ഞാൻ പറയാണ് അപ്പൊ ജുമാ നിർബന്ധമില്ല. പ്രശ്നത്തിന്റെ മർമ്മതാണ്. ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല. വെള്ളിയാഴ്ചയും ജുമാ ഒന്നിച്ച് പെരുന്നാൾ ഒന്നിച്ചു വന്നു. ജുമാ ഞങ്ങൾ ഇവിടെ നടത്തും, പങ്കെടുക്കേണ്ടവർ പങ്കെടുത്തോടി, അല്ലാത്തൊരു പങ്കെടുക്കണമെന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഹദീസിന്റെ റിപ്പോർട്ട്, പദങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ മറ്റ് ഹദീസുകൾ വായിക്കുകയും ഇതിന്റെ തന്നെ ശറഹ് വായിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അന്ന് മദീനയിൽ ഒറ്റ പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന്, ഉയർന്ന മലഞ്ചെരുവുകളിൽ നിന്ന്, വാദികളിൽ നിന്നൊക്കെ സ്വഹാബികൾ കഷ്ടപ്പെട്ട് പെരുന്നാൾ നമസ്കാരത്തിന് മദീനയിലെത്തുമായിരുന്നു. അവർ ഇനി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് ആ പൊരി വെയിലത്തൂടെ ആ മരുഭൂമി ഇങ്ങോട്ട് തന്നെ താണ്ടേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ കോട്ടപ്പടി പള്ളിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ശ്രീധരവിക്ക് ജുമാ നിസ്കാരം നിർബന്ധമില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. മണാലികളിൽ താമസിക്കുന്ന ആളുകൾക്ക് വരണമെന്നില്ല, അവർ വീട്ടിൽ വെച്ച് ദുഹ്ർ നമസ്കരിക്കട്ടെ. എന്നാൽ ഞാനിവിടെ ജുമാ നമസ്കരിക്കുന്ന നടത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ മറ്റാരും വന്നിട്ടില്ലെങ്കിൽ ഞാൻ ആരെ വെച്ചിട്ടാ നടത്തുക? പള്ളിയുടെ അയൽപ്പക്കങ്ങളിലുള്ളവർ വന്നേ പറ്റൂ. നേരെ ചോറ് വെച്ചിട്ട് ടൂർ പോകാൻ നിൽക്കേണ്ട നിർത്തം അല്ലേ? അതുകൊണ്ട് ജുമാക്ക് വരണം. എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാനിവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ അപ്പുറത്താണ്, എനിക്കന്ന് ജുമാ നിർബന്ധമല്ല. പക്ഷെ എൻ്റെ വീടിൻ്റെ തൊട്ട് 250 മീറ്ററിലാണ് പള്ളി നിൽക്കുന്നത്. ഞാൻ നേതൃത്വം കൊടുക്കണ പള്ളി, ഞാൻ അവിടെ പോകേണ്ടി വരൂലേ? അവിടെ ജുമാ നടക്കുക. എന്നിട്ട് ഞാൻ പറയാം ജുമാ നിർബന്ധമില്ല. പിന്നെ ഞാൻ ദുഹറിഞ്ഞ് എവിടെ നിസ്കരിക്കുക? പള്ളിയിൽ ജുമാ നിസ്കരിക്കുമ്പോൾ എനിക്ക് 200 മീറ്റർ അപ്പുറത്ത് എൻ്റെ വീട് നിൽക്കുന്നു, എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ദുഹർ നിസ്കരിക്കല. അപ്പൊ ദീനിനെ അങ്ങനെയാണ്ട് ലളിതാക്കല്ലേ. ഹദീസിലെ പദം ഞാൻ പറഞ്ഞ വൈന്നാല മുജമ്മിഊൻ, നാം ജുമാ നടത്തും.
വേണ്ടവർക്ക് പങ്കെടുക്കാം, അല്ലാത്തവർക്ക് പങ്കെടുക്കണ്ട എന്ന് പറയുന്നത് അടുത്ത ഹദീസിൽ ഹാക്കിം ഉദ്ധരിക്കുമ്പോൾ കാണാം, മണാലികളിലുള്ളവർ വരേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മണാലി എന്ന് പറഞ്ഞാൽ പിന്നെ സൗദിയിൽ മരുഭൂമിയിൽ ജീവിക്കുന്ന ആൾ, ഉന്നത മലമ്പ്രദേശങ്ങളിലുള്ളവർ വരേണ്ടതില്ല എന്നേ പറഞ്ഞുള്ളൂ. അതല്ലാതെ ഒരു ഫർള് കിഫായ കൊണ്ട് ഒരു ഫർള് ഐനിനെ തടയാൻ കഴിയില്ല എന്നത് പണ്ഡിത ലോകത്ത് ഏകീകൃതമായ അഭിപ്രായമാണ്. പെരുന്നാൾ നമസ്കാരം ഫർള് കിഫായയാണ്, ജുമഅ വ്യക്തിപരമായ നിർബന്ധമാണ് അല്ലേ. അതിൽ നിന്ന് ഒഴിവുള്ള ആളുകളുണ്ടല്ലോ, യാത്രക്കാർ, അതിൽപ്പെടുത്തിയാൽ മതി. അതില്ലാതെ ഏതെങ്കിലും ഒന്നേ മതി എന്ന നിസ്സാരവൽക്കരണം അവിടെ ശരിയല്ല. അതല്ല അതിൻ്റെ ഉദ്ദേശം. അസ്സലാമു അലൈക്കും. അത്തഹിയ്യാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തിൽ സയ്യിദന എന്ന് ചൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? ഞങ്ങളുടെ പള്ളിക്കത്തെ ഖത്തീബ് പിന്നെ ഉസ്മാൻ മിസ്കാത്തിയാണെന്ന് നിങ്ങൾക്ക് പറയാം, ശരിയല്ലേ? ശരിയല്ലേ? പക്ഷെ ഞാൻ പറയുകയാണ് ഞങ്ങളുടെ പള്ളിക്കത്തെ ഖത്തീബ് ഉസ്മാൻ മിസ്കാത്തിയാന്ന് പറഞ്ഞാൽ ആരാ? കോട്ടപ്പടി പള്ളിക്കത്തെ ഖത്തീബ് ഉസ്മാൻ മിസ്കാത്തിയാണ് നിങ്ങൾ പറഞ്ഞാൽ ആളാരാണ്? ഞാനാണ് അല്ലേ? പക്ഷെ ഞാനത് പറഞ്ഞാലോ ഞാനാവോ? പഠിച്ചോനെ ഞങ്ങളെ വാപ്പ അമ്മൂട്ടിക്ക് പുറത്തു കൊടുക്കണേ എന്ന് മക്കൾ പ്രാർത്ഥിച്ചാൽ അയ്മൂട്ടി വാപ്പ തന്നെ. വാപ്പ പറയുകയാണ് പഠിച്ചോനെ ഞങ്ങളെ വാപ്പ അയ്മൂട്ടിക്ക് പുറത്തു കൊടുക്കണേന്ന് പറഞ്ഞാൽ ആ അയ്മൂട്ടി ആരാ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അല്ലാഹു സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഗ്രഹം നൽകണേ എന്ന് നമ്മൾ പറയുമ്പോൾ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടാവോ? ഉണ്ടാവോ? അള്ളാഹുവെ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഗ്രഹം നൽകണേ എന്ന് നബി പ്രാർത്ഥിച്ചിട്ടുണ്ടാവോ? പ്രാർത്ഥിച്ചിരിക്കണമെങ്കിൽ ആ മുഹമ്മദ് നബി ആരാ? അത്ര മതി അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലൂ കമാ റഅയ്തുമൂനി സ്വല്ലി, ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തത് അതാണ് നിങ്ങൾ പറയേണ്ടതും ചെയ്യേണ്ടതും എന്നാണ്. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? റൈറ്റ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നമ്മുടെ സയ്യിദാണ്, അങ്ങനെ ഒരു സംശയം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോഴൊക്കെ സലാത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അല്ലാഹു സ്വല്ലി അലാ സയ്യിദിന വ ഹബീബിന വ ശഫീന വ സഫീന എന്നൊക്കെ പറയുന്നത് നമ്മുടെ സയ്യിദാണ് എന്ന് തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് എവിടെന്നെങ്കിലും കുറവൊപ്പിച്ച് പറയുന്ന ഒരു വാക്കല്ല. എന്നെ കേൾക്കുന്നവർ, എൻ്റെ കൂടെ നിൽക്കുന്നവർ, ഞാൻ ഉത്തരവാദിത്തമുള്ളവരാണല്ലോ അവരുടെ, അവർക്ക് ആ കാര്യം കൃത്യമായി ബോധ്യപ്പെടണം എന്നതുകൊണ്ട് തന്നെയാണ് സയ്യിദിന എന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സയ്യിദ് തന്നെയാണ്, ഒരു തർക്കമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സയ്യിദാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത് വേറെ ആളാകുമെന്ന് ആ ഒരു ലോജിക്കെങ്കിലും മനസ്സിലുണ്ടാക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭാഗം എങ്ങനെ ചൊല്ലിയെന്ന് വെച്ചാൽ അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവെ മുഹമ്മദിന്, അല്ലാഹുവെ മുഹമ്മദിനും കുടുംബത്തിനും അനുഗ്രഹം നൽകണേ എന്നാ പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഉറപ്പല്ലേ അല്ലേ? അസ്സലാമു അലൈക്കും. ഞാൻ യൂട്യൂബിൽ ഒരു മൗലവിയുടെ പ്രഭാഷണത്തിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്. നമ്മൾ ഒടുവിലെ അത്തഹിയ്യാത്തിൽ ഇന്നക ഹമീദും മജീദ് എന്നതിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങുന്ന ദുആ ചെല്ലാറുണ്ട്. എന്നാൽ അതിന് ഖുർആനിൽ ഹദീസിൽ നിന്ന് ഒരു തെളിവും ഇല്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആർക്കും അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെന്നും ഒരു മൗലവി പറയുന്നത് കേട്ട് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു തിരിച്ചറിവ് ആകെക്കൂടെ ഉള്ളത് എനിക്ക് ദീനൊന്നും അറിയില്ല എന്നാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്കൊന്നും മൂക്കില്ലാത്തതുകൊണ്ടും എനിക്ക് ചെറിയൊരു മൂക്കുള്ളത് കൊണ്ടും ഞാനൊരു മുറിമൂക്കൻ രാജാവായിട്ട് ഇങ്ങനെ നടക്കണേ എന്നുള്ളൂ. അള്ളാഹു ഖുർആൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് പറഞ്ഞത്, കേരളത്തിലെ ഒട്ടുമിക്ക മുജാഹിദ് നേതാക്കന്മാരെ എനിക്കറിയാം, നിങ്ങളെ ഞാൻ ഇതുവരെ എനിക്ക് നിങ്ങളതുവരെ അറിയില്ല. എന്താ എന്നോട് പറയാ? രണ്ട് മറുപടി. ഒന്ന്, നിങ്ങൾ അറിയാത്തതുകൊണ്ട് എനിക്കൊരു കുഴപ്പം ഇതുവരെ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചുള്ള പറഞ്ഞു, അവിടെ എനിക്കിതുവരെ കുഴപ്പമുണ്ടായില്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ചാൽ. പിന്നെ ഒന്നുകൂടി പറയാണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ച് ആ ഒത്തീത്തും മിനൽ ഇൽമി ഇല്ലാ കലീല, അല്ലെങ്കിലും അറിവ് നമുക്ക് വളരെ കുറവുള്ളൂ എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം നല്ലതാണ്. ആ തിരിച്ചറിവിൻ്റെ കുറവാണിത്. ഏത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിലെ ഹദീസിന്റെ സനദ് അടക്കം എടുത്ത് കൊടുത്തിട്ടുമുണ്ട്. അത്ര പറഞ്ഞാൽ പോരെ അതിന് അല്ലേ?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം പൗരോഹിത്യം കൂട്ടിച്ചേർത്തതാണെന്നും പിന്നെ അതിലെ വിരോധാഭാസം അത് ഖബറിലേക്കുള്ള ദുആയാണ്, അതിൽ മുന്തിച്ച് ചെയ്തതും പിന്തിച്ച് ചെയ്തതും എന്നാണല്ലോ. എന്നാൽ ഖബറിൽ കിടക്കുന്നവർ എന്ത് പിന്തിച്ച് ചെയ്ത് തെറ്റുകൾ ചെയ്യാനാണ്? ഓൻ വിവരക്കെട്ടതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പണ്ട് ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതും എന്നാണ് ഹബീബേ അതിന്റെ അർത്ഥം. അല്ലാഹു മഗ്ഫിർ ലിമാ ഖദ്ദംതു, പടച്ചവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പണ്ട് ചെയ്തതും എന്നൊരർത്ഥം. പടച്ചവനെ പിന്നീട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അബദ്ധത്തിൽ ആദ്യം ചെയ്തു പോയത് എന്ന് മറ്റൊരർത്ഥം. അള്ളാഹുവെ അവസാനം ചെയ്യേണ്ടിയിരുന്നത് ആദ്യം ചെയ്തത് എന്ന് വേറെ ഒരർത്ഥം. ഒരു പദം കേട്ടാൽ അതിന് എനിക്കൊരർത്ഥം അറിയും, അയിമൺ കയറി കൂടല. എന്നിട്ട് അതിലൊക്കെ ഇസ്ലാമിനെ കളിയാക്കലും അതിന് ജയ് വിളിക്കാൻ നമ്മൾ കുറച്ച് ആൾക്കാർ അല്ലേ, അത് വൈറലാക്കാൻ നമ്മൾ കുറച്ച് ആൾക്കാർ. ഒന്ന് അന്വേഷിക്കണത് നല്ലതാ. ഇതിന് ഈ അർത്ഥം തന്നെ ഉള്ളൂ, ഇതന്നെയാണോ അതിൻ്റെ അർത്ഥം എന്ന ഖബറിൽ കിടന്നിട്ട് അല്ലല്ലോ ഈ പ്രാർത്ഥന. ഏത് അല്ലാഹു ഫിർ ലിമാ ഖദ്ദംതു എന്ന് പറഞ്ഞ ഖബറിൽ കിടന്നിട്ടല്ല. എവിടെയാണ്? ഇവിടെ. അസറിന് ചെയ്യേണ്ടിയിരുന്നത് നൂറിന് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അത്രയുള്ളൂ. ഖദ്ദംതു അസറിന് ചെയ്യേണ്ടി മഗ്രിബിന് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. അത്രയുള്ളൂ. വമാഖർതു ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ അതതിന് മുമ്പോ ശേഷമോ ചെയ്തത് അബദ്ധമാണ് പടച്ചവനെ, അറിവില്ലായ്മയാലാണ്, മാപ്പാക്കണമേ. പടച്ചവനെ ഞാൻ അറിവില്ലാത്ത കാലത്ത് പണ്ടൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെയും അറിഞ്ഞും ചെയ്തിട്ടുണ്ട്. പടച്ചവൻ രഹസ്യമായും പരസ്യമായും ഒരുപാട് അബദ്ധങ്ങളും വീഴ്ച തെറ്റ് വന്നിട്ടുണ്ട്. പടച്ചവനെ ഒരു ഉറുപ്പ്യ ചെലവാക്കേണ്ടടുത്ത് ഞാൻ 100 ഉറുപ്പ്യ ചെലവാക്കിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? മാസറഫ്തൂനെ അല്ലേ? 10 ഉറുപ്പ്യ ചെലവാക്കേണ്ടടുത്ത് 10,000 ചെലവാക്കിയിട്ട് പൊങ്ങച്ചം പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് പടച്ചവനെ തിരിച്ചറിവുണ്ടായത്, മാപ്പാക്കണേ എന്ന് പറയണത് ഇത്ര വലിയ കുഴപ്പമാണ്. ഓം പറയണ്ടെന്ന് വെച്ചോട്ടെ എന്ന് ഇത്ര പോരെ? അതിനൊക്കെ കൂടെ സമുദായം ഉത്തരവാദിത്തം പറയണോ? ഓക്കെ. അപ്പൊ അതേപ്പറ്റി അതിൻ്റെ ചരിത്ര സത്യം അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നു എന്ന് വിചാരിക്കുന്നു. സ്വന്തം സഹോദരി പാവപ്പെട്ടവളും വീടില്ലാത്തവളുമാണെങ്കിൽ സക്കാത്തിന്റെ വീതം അവൾക്ക് നൽകാമോ? നൽകാം. അവർ വിവാഹിതയാണെങ്കിൽ നൽകാം. അവർ വിവാഹിതയല്ലെങ്കിൽ ഈ സഹോദരൻ അവരുടെ സംരക്ഷണ ഉത്തരവാദിത്തമുള്ളവനാണ്. ഞാൻ സംരക്ഷിക്കേണ്ടവർക്ക്, എൻ്റെ വാപ്പാക്കും ഉമ്മാക്ക്, എൻ്റെ മക്കൾക്ക് ഞാൻ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. എൻ്റെ വാപ്പാനെമ്മനെ നോക്കേണ്ടതിൻ്റെ നിർബന്ധ ബാധ്യതയാണ്. എൻ്റെ കല്യാണം കഴിച്ചുകൂടാത്ത പെങ്ങന്മാരെ നോക്കേണ്ടതിൻ്റെ നിർബന്ധ ബാധ്യതയാണ്. എൻ്റെ പ്രായപൂർത്തിയാകാത്ത മക്കളെ നോക്കേണ്ടത് സ്വന്തം എൻ്റെ ബാധ്യതയാണ്. അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല. അതേസമയം വേറെ പോയാൽ പിന്നെ സ്വന്തമായി താമസിക്കുന്ന എൻ്റെ ജ്യേഷ്ഠനോ അനിയനോ കഷ്ടപ്പാട് കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, അവരെ സംരക്ഷിക്കലിൻ്റെ ബാധ്യതയല്ല. അവർക്ക് സക്കാത്ത് നൽകാം. അതിൽപ്പെട്ടത് തന്നെയാണ് എൻ്റെ സഹോദരിയും. പക്ഷെ മുഴുവനായിട്ട് കൊടുക്കണ്ട. പുറത്തുണ്ടല്ലോ പാവപ്പെട്ട മനുഷ്യന്മാർ. ഇവിടെ ചോദ്യം സക്കാത്തിൻ്റെ വിഹിതം നൽകാമോ എന്നതുകൊണ്ടാണ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞത്. അവർക്കതിൻ്റെ ഒരു ഭാഗം നൽകി അവരെ കരകയറ്റാൻ ശ്രമിക്കണം. ചില പള്ളികളിൽ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ് 2:45-നും 3 മണിക്കും നമസ്കാരം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ വിധി ഞാൻ പ്രതീക്ഷിച്ച 2 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇത് രണ്ടും. ഒന്ന് വെള്ളിയാഴ്ചയും പെരുന്നാളും കൂടി. രണ്ടാമത്തത് ഈ പറഞ്ഞത് ഖിയാമുൽ ലൈൽ സംഘടിപ്പിക്കേണ്ടുന്ന ആവശ്യം സത്യത്തിൽ എന്താണ്? നമ്മളൊന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക. കൂടുതൽ പുണ്യം കിട്ടാനല്ലേ? തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലാതെ പള്ളിയിൽ കുഴപ്പമുണ്ടാക്കാനല്ലല്ലോ അല്ലേ? ഞങ്ങളൊരു വലിയ നിസ്കാരക്കാരാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണോ? അതുമല്ല. കൂടുതൽ പുണ്യം കിട്ടണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമാണ്. പക്ഷേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് തറാവീഹ് ജമാഅത്തിൽ ഇമാമിൻ്റെ കൂടെ 11 റക്അത്ത് നമസ്കരിച്ച് ഇമാം സലാം വീട്ടുന്നത് വരെ പൂർണ്ണമായി നമസ്കരിച്ചാൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുക നേരം വിളക്കുന്നത് വരെ നമസ്കരിച്ച കൂലിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? തഹജ്ജുദ് നമസ്കരിച്ചാൽ രേഖപ്പെടുത്തുന്ന തഹജ്ജുദ് നമസ്കരിച്ച കൂലി, ഇമാമിൻ്റെ കൂടെ തറാവീഹ് നമസ്കരിച്ചാൽ രേഖപ്പെടുത്തുന്നത് എന്താണ്? നേരം വെളുക്കുന്നവർ നമസ്കരിച്ച കൂലി. അതിൽ തഹജ്ജുദ് വിടുമോ? പെട്ട്. അപ്പൊ തഹജ്ജുദാണോ ഇമാമിൻ്റെ കൂടെ തറാവീഹ് നമസ്കരിക്കലാണോ നല്ലത്? കൂടുതൽ പുണ്യം പ്രതീക്ഷിക്കുന്നവർ ഏതാണ് ചെയ്യേണ്ടത്? ഹദീസുകളുടെ പിൻബലത്തിൽ ഏതാണ് ചെയ്യേണ്ടത്? ഇമാമിൻ്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ
നമ്മൾ തറാവീഹ് നിസ്കരിക്കുക. അള്ളാഹു തഹജ്ജുദിന്റെ കൂലി കൂടി നമുക്ക് തരാമെന്ന് ഏറ്റിരിക്കുന്നു. ഇത് കഴിഞ്ഞു പോയി കിടന്നുറങ്ങിയാൽ ആ കിടന്നിറങ്ങുമ്പോഴും കൂടെ നിസ്കരിക്കുന്നവരായിട്ടാണ് കണക്ക് കൂട്ടുക എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാണ് അത് നഷ്ടപ്പെടുത്തുന്നത്? അത്ര മഹാപുണ്യം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? കാര്യങ്ങൾ ഇങ്ങനെയാണ്. എന്നാലും തഹജ്ജുദ് നമസ്കരിക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഈ പുണ്യം കൂടി അവർ പ്രതീക്ഷിക്കരുത്. പിന്നീടുള്ളത് പള്ളികളുടെ തീരുമാനമാണ്. ഇവിടെ തറാവീഹ് നമസ്കാരം സംഘടിപ്പിക്കുന്നുണ്ട്. അത് ചെയ്തവർക്ക് തന്നെ നേരം വെളുക്കുന്നവരെ നിസ്കരിച്ച കൂലി കിട്ടുമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു തഹജ്ജുദ് രാത്രിയിൽ നടക്കില്ല, ജമാഅത്ത് നടത്തൂല എന്ന് പള്ളിക്ക് തീരുമാനിക്കാം, പള്ളി കമ്മിറ്റിക്ക് തീരുമാനിക്കാം പ്രാദേശികമായി. അതല്ലാതെ അതിൽ മതത്തെ കൂട്ടിച്ചേർക്കണ്ട. ഇസ്ലാം അതിൻ്റെ നിലപാട് പറഞ്ഞു. ഏത്? ഒരാൾ തറാവീഹ് നിസ്കരിക്കുക, ആദ്യം മുതൽ അവസാനം വരെ ജമാഅത്തിൽ നിൽക്കുക, നിങ്ങൾക്ക് നേരം വെളുക്കുന്നവരെ നിസ്കരിച്ച കൂലി കിട്ടും. അപ്പൊ പിന്നെന്താണ്? എന്നാ പിന്നെ അതിവിടെ വേണ്ട, തഹജ്ജുദ് ഇവിടെ വേണ്ടാന്ന് കോട്ടപ്പടി കമ്മിറ്റിക്ക് തീരുമാനിക്കാം. കുന്നുമ്മക്കാർക്ക് അല്ല, ഇനിയിപ്പം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിസ്കരിക്കാഴ്ച നിസ്കരിച്ചോട്ടെ എന്ന് അവർക്ക് തീരുമാനിക്കാം. അത് പ്രാദേശികമായ ഭരണപരമായ സംബന്ധിയായ തീരുമാനങ്ങളാണ്. അതിൽ നമ്മളുമായിട്ട് അതിന് ബന്ധമില്ല. മതം നമ്മളോട് പറയുന്നത് ആദ്യവും അവസാനവും ഇതാണ്, നേരം വെളുക്കുന്നത് വരെ നിസ്കരിച്ച കൂലി രേഖപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തറാവീഹിന്റെ കൂടെ ഇമാം സലാം വീട്ടി പിരിയുന്നത് വരെ 11 റക്അത്ത് നമസ്കരിച്ചവർക്ക്. അപ്പം നമ്മൾ അതിൽ പിന്തുടരുക, അതായിരിക്കും കൂടുതൽ ഉത്തമം. ഹറാമ് എന്നൊന്നും പറയുന്നിടത്തേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പള്ളിയിൽ പിന്നീട് തഹജ്ജുദ് നിസ്കരിക്കൽ ഹറാമല്ലേ എന്നൊക്കെ ചോദിക്കുന്നതൊന്ന് അവസാനിപ്പിക്കുക. ശരിയായ കാര്യം അല്ലാഹ് പഠിപ്പിക്കുമ്പോൾ അത് അവിടെ അവസാനിപ്പിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ അത് പോകേണ്ടതില്ല. വിത്റിന് ശേഷം ആ രാത്രി വേറെ നമസ്കാരമുണ്ടോ? രാത്രി നമസ്കാരം മാത്രമേ 11 പരിമിതപ്പെടുത്തേണ്ടതുള്ളൂ. പള്ളിയിൽ കയറുമ്പോഴുള്ള തഹിയ്യത്ത് നമസ്കാരമോ വുളൂവിന് ശേഷമുള്ള നമസ്കാരമോ രാത്രിയിൽ ഉണ്ടാകുന്ന ചന്ദ്രഗ്രഹണ നമസ്കാരമോ മയ്യിത്ത് നമസ്കാരമോ ഒന്നും ഇതിന്റെ ഗണത്തിൽപ്പെടുത്തേണ്ടതില്ല. രാത്രി നമസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന മക്കാന യസീദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ എന്ന് പറയുന്നത് രാത്രിയിലെ തറാവീഹ്, വിത്ർ, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ, ഖിയാമുർ റമളാൻ എന്നിങ്ങനെ പറയുന്ന ഈ ഒരു നമസ്കാരത്തെ കുറിച്ചാണ്. അതിൻ്റെ പുറത്താണ് പള്ളിയിൽ കയറുമ്പോഴുള്ള നമസ്കാരം, വുളൂവിന് ശേഷമുള്ള നമസ്കാരങ്ങളൊക്കെ അത് ഇതുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതുമില്ല, അതാകാവുന്നതാണ്. മയ്യിത്ത് സന്ദർശിക്കുമ്പോൾ പ്രത്യേകമായി പ്രാർത്ഥനയുണ്ടോ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ വഅഖ്ലിഫ്ഹു ഫീ അഖിബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീ എന്ന് സ്വഹീഹായ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയുന്നതിന് പകരം അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന നിർവഹിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ എന്നാണ്. ഇനിയിപ്പോൾ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ എന്ന് പറയാൻ പാടില്ലല്ലോ, അല്ലേ? അപ്പൊ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉസ്മാൻ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയണം. പേരറിയാത്ത മയ്യത്തിനടുത്താണ് നിൽക്കണമെന്ന് വെച്ചാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയുക. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടി ഞാനത് പറയും, നിനക്കത് അതിന് യൂട്യൂബിൽ നിന്ന് എടുക്കാൻ കിട്ടും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ വഅഖ്ലിഫ്ഹു വഅഖ്ലിഫ്ഹു എന്നും ലാമിന് പിന്നെ ഫതഹും ലമ്മുമായിട്ടുണ്ട്. വഅഖ്ലിഫ്ഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീ. അല്ലാഹു ഈ മയ്യത്തിന് മാപ്പാക്കി കൊടുക്കണമേ, ഇയാളുടെ പദവി സ്വർഗലോകത്ത് ഹിദായത്ത് ലഭിച്ചവരുടെ പദവിയാക്കി കൊടുക്കണമേ, ഇയാളുടെ ശേഷക്കാർക്ക് കുടുംബങ്ങൾക്ക് ഇയാളുടെ നഷ്ടം നികത്തി കൊടുക്കണമേ, ഇയാളെക്കാൾ കൂടുതൽ നല്ല ഭാവി ഉണ്ടായപ്പോഴേക്കാൾ കൂടുതൽ നല്ല ഭാവി നൽകണമേ, ഇയാൾക്കും ഞങ്ങൾക്കും മാപ്പ് നൽകണമേ, ഈ ഇദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കുകയും അത് നിറയെ വെളിച്ചം നൽകുകയും ചെയ്യണമേ എന്ന അർത്ഥവത്തായ കണ്ണീരൊലിപ്പിച്ച് നടത്തേണ്ടുന്ന പ്രാർത്ഥന തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിന് മുകളിൽ മണ്ണിടുമ്പോൾ ചൊല്ലേണ്ടെന്ന പ്രാർത്ഥനയുണ്ടോ? ഇല്ല.
മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ എന്ന സൂറത്ത് ത്വാഹയുടെ 51-ാമത്തെ ആയത്ത് ഓതാറുണ്ട്. അതിനെക്കുറിച്ച് 2 തരത്തിലുള്ള പണ്ഡിത അഭിപ്രായങ്ങളുമുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് സ്വഹീഹല്ല എന്നും സ്വഹീഹാണെന്ന അഭിപ്രായമുണ്ട്. പിന്നീട് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ അന്വേഷണം നടത്തിയിട്ടില്ല എന്നതാണ് സത്യം. അത് സ്വഹീഹാണെങ്കിൽ അത് സ്വീകരിക്കാവുന്നതുമാണ്. രക്തദാനം, അവയവദാനം എന്നിവയോട് ദീനിൻ്റെ സമീപനം എന്താണ്? അനുവദനീയമാണോ? രക്തദാനം എന്തായാലും അനുവദനീയമാണ്, അതിൽ തർക്കമൊന്നുമില്ല. അവയവദാനത്തിൻ്റെ വിഷയത്തിൽ ഹറാമാണെന്ന് പറയുന്നത് കാലത്തോട് യോജിച്ചതല്ല. പക്ഷേ അത് പറയുമ്പോൾ തന്നെ പണ്ഡിതന്മാർ പറയുന്ന ഒരു സൂക്ഷ്മതാബോധമുണ്ട്. എൻ്റെ അവയവം, കണ്ണാണെങ്കിലും എന്താണെങ്കിലും ശരി, അതെനിക്ക് അള്ളാഹു ഉപയോഗിക്കാൻ വിട്ടു തന്നതാണ്. അതുകൊണ്ട് ചെയ്യുന്ന ഗുണത്തിനും ദോഷത്തിനും ഉത്തരവാദി ഞാനാണ്. ഞാനത് മറ്റൊരാൾക്ക് കൊടുത്താൽ എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ്. അയാൾ അതുകൊണ്ട് ചെയ്യുന്ന ഗുണത്തിനും ദോഷത്തിനും കൂടി ഞാൻ ഉത്തരവാദിയായിരിക്കും. അതും കൂടെ ശ്രദ്ധിക്കണം എന്ന് ആണ് ആ മേഖലയിലെ പണ്ഡിതാഭിപ്രായം. എൻ്റെ അവയവങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയാണ്. എനിക്ക് സമ്മതമില്ലാതെ അത് വേറെ ആർക്കും കൊടുക്കൂലല്ലോ ഞാൻ. അപ്പോൾ പിന്നീട് അത് കൊടുക്കുന്ന ആൾ ചെയ്യുന്ന ഉപദ്രവത്തിനും ഉപകാരത്തിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ടാകും. അതുകൂടി ശ്രദ്ധിക്കണം. കൊടുക്കാൻ പാടില്ല എന്ന് അപ്പോഴും അവർ പറയില്ല. ഓക്കെ. പിന്നെ അതിൽ ഖുർആന്റെ സുന്നത്തിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അന്നൊന്നും അവയവദാനത്തിന്റെ സംഭവം ഇല്ലല്ലോ. അതുകൊണ്ട് പണ്ഡിതാഭിപ്രായങ്ങൾ മാത്രമേ അതിൽ പറയാറുള്ളൂ. തറാവീഹ് നമസ്കാരം 8 റക്അത്ത് ജമാഅത്തായി നമസ്കരിച്ച് പിരിഞ്ഞു പോകുന്നതിനെ കുറിച്ച് വിധി എന്താണ്? ഞാൻ പറഞ്ഞ് ആ 3 കൂടാണ് നിസ്കരിച്ചുള്ളൂ. അപ്പം നേരം വെളുക്കുന്നത് വരെ നിസ്കരിച്ച കൂലിയാണ് പറഞ്ഞിട്ടുള്ളത്. 8 റക്അത്ത് പിരിഞ്ഞു പോയാൽ ആ കൂലി കിട്ടൂല. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഒറ്റയിട്ട രാവുകളിൽ ഒന്നിലാണ് അത് സംഭവിക്കുക എന്നും അത് പറഞ്ഞ വായിച്ചല്ലേ? വായിച്ചാണ്. പാമ്പ് വിളിച്ചോണ്ടിരിക്കുമ്പോൾ തയ്യത്ത് നിസ്കരിക്കണോളാണ്. ഒറ്റയിട്ട രാവുകളിൽ ഒന്നിലാണ് അത് സംഭവിക്കുക എന്നും ലോകാടിസ്ഥാനത്തിൽ ഒറ്റയിട്ട രാവ് എന്നത് സാധ്യമല്ല എന്നും ഗണിക്കാൻ കഴിയുമല്ലോ. ഉദാഹരണം അമേരിക്കയും ഇന്ത്യയും. ഒരു വിശദീകരണം വേണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആണല്ലോ ഇതിൻ്റെ ആള്. ഇത് ഇറക്കി തരുന്ന ശക്തി അല്ലാഹു ആണല്ലോ. അല്ലാഹു അതിന് പ്രയോഗിച്ച പദങ്ങളൊന്ന് ശരിക്കത് വായിച്ചാൽ മതി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നാണ്. നാം ഒരു ഖദറിന്റെ രാത്രിയിലാണ് ഖുർആൻ അവതരിപ്പിച്ചത്. കഴിഞ്ഞുപോയ സംഭവമായിട്ടാ പറഞ്ഞത്. കഴിഞ്ഞുപോയ സംഭവമായിട്ടാ അൻസല എന്നവർ. എന്നാൽ അത് വർഷാവർഷം ആവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോ തനസ്സലുൽ മലായികത്തു എന്നാണ്. ഇറങ്ങിക്കൊണ്ടേയിരിക്കും എന്നാണ്. ഇറങ്ങിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു തുടർ പ്രക്രിയയാണ് എന്നർത്ഥം. ഖുർആൻ അവതരിച്ചത് തുടർ പ്രക്രിയയല്ല, അത് കഴിഞ്ഞുപോയ സംഭവമാണ്. ഇനി അതിൻ്റെ ബാക്കി പത്രം ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ കോട്ടപ്പടിക്കത്തെ മലക്കുകൾ ഇറങ്ങി വരും അല്ലേ? തിരുവിഴാവ് നിൽക്കുമ്പോൾ എടത്തനാട്ടുകാരൊക്കെ വേറെ ഇറങ്ങി വരുന്ന അതിൻ്റെ അർത്ഥം. അമേരിക്കയിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാകുമ്പോൾ അവിടേക്ക് പോയിക്കോളുന്നില്ല. നമുക്ക് മെനക്കെടൊന്നുമില്ലല്ലോ പറഞ്ഞേക്കാൻ. അല്ലല്ലോ തീരുമാനിക്കണ് അല്ലേ? ഇവിടുന്ന് ആ ബോട്ടിമിൽ ഒന്നും കണ്ട് കൈവച്ചാൽ അമേരിക്കക്ക് ആ സെക്കൻഡിൽ തന്നെ എത്തണില്ലേ? എത്തുണ്ടോ? അമേരിക്കയിലൊരു മോന്, ഓസ്ട്രേലിയയിലൊരു മോന്, ദക്ഷിണാഫ്രിക്കയിൽ ഒരു മോന് ആണെന്ന് വെച്ചാൽ ഈ 3 ആക്കി ഒറ്റ ഞെക്കിലെത്തൂലേ? അപ്പൊ നമുക്ക് പറ്റൂലേ? അള്ളാഹ്ക്കേ പറ്റാത്തുള്ളൂ. എന്തോ ഒരു ബുദ്ധിയാ നോക്കാണി നമ്മളത്. നിങ്ങളുടെ ഇക്കാലത്ത് തന്നെ ആണോ ഈ സമുദായത്തെ പഠിപ്പിക്കാൻ വന്നത്? ഇതിൻ്റെ ആളുകൾ നമ്മൾ എവിടെയാണ്? ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഒരേ സമയത്ത് ഇരുന്ന് ഒറ്റ ടച്ചിലൂടെ സംസാരിക്കാൻ കഴിയുന്ന, കാണാനും കേൾക്കാനും കഴിയുന്ന അത്ഭുത സിദ്ധി നേടിയ മനുഷ്യൻ, ആ കഴിവ് പോലും പഠിച്ചോനില്ലാന്ന് വിചാരിച്ചാലോ? മനസ്സിലാവാൻ ആരെയും എന്നെ കൊച്ചാക്കിയതല്ല കേട്ടോ. നമ്മളെ ആരെയും കൊച്ചാക്കിയതല്ല. പക്ഷെ ഇതിന്റെ പിന്നിലൊരു കാഴ്ചപ്പാടുള്ളത്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെ ഇക്കാലത്ത് അവതരിപ്പിച്ചാൽ ലോകത്ത് നമ്മൾ ഒരുപാട് 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നൊരു മിഥ്യാധാരണ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട്.
എന്നിട്ട് അവർ പറയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അത് ഒരു രാത്രിയുള്ള. ആരെ പറഞ്ഞും കൂടെ ഒരു രാത്രിയാണ്? ആരാണെന്ന് പറഞ്ഞ്? അതിങ്ങനെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും 7 വൻകരകളിലും ഒരേ ദിവസം ഉണ്ടാവുക. 24 അവർ മാറ്റം വരുന്ന ഇതില്ലേ, 13.5 മണിക്കൂറൊക്കെ മാറ്റം വരുന്ന സമയം മാറ്റം വരുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ പറയുന്നിട്ടും തോന്നും ഇതൊന്നും മുസ്ലിം പണ്ഡിതന്മാർക്കൊന്നും അറിയില്ല അല്ലേ? ഇതൊക്കെ നമ്മളിപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്ന കുറച്ച് ആൾക്കാർ, ശാസ്ത്രം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇത് അറിയുള്ളൂ. ഇതൊന്നും മുസ്ലിം പണ്ഡിതന്മാർക്ക് മനസ്സിലായില്ല. ഓലിപ്പോഴും ഖുർആൻ സുന്നത്ത് മാത്രം വായിച്ചുകൊണ്ട് പോവാ നിങ്ങളുടെ വിചാരം ആണോ? എന്നാ ആ ചിന്തയാണ് ആദ്യം തിരുത്തേണ്ടത്. ആണോ? ലോകത്തിന് വിജ്ഞാനം പകർന്നു കൊടുത്തത് ആരാന്ന് ചോദിച്ചാൽ മറുപടി എന്താ നിങ്ങൾക്ക്? എന്താണ്? അത് നോക്കിക്കോളി. വൈദ്യശാസ്ത്രത്തിലെ ഇന്നും പഠിപ്പിക്കപ്പെടുന്ന അടിസ്ഥാന ഗ്രന്ഥത്തിന്റെ പേരെന്താ? MBBS വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടാ? അവർ പറയും ഖാനൂനു ഫി തിബ്ബ് എന്നതാണെന്ന്. അതാരെഴുതിയതെന്ന് ചോദിച്ചാൽ ഇബ്നു സീന എഴുതിയതാണ് അവർ പറയും. ഇബ്നു സീന എഴുതിയതാണ് അവർ പറയും. യൂറോപ്പിൽ 18-ാം നൂറ്റാണ്ടിൽ കോളറ പറന്നു പിടിച്ചപ്പോൾ ആരാണത് ചികിത്സിച്ചു മാറ്റിയെന്ന് ചോദിച്ചാൽ അവർ പറയും ഇബ്നു സീനയാണെന്ന്. ആരായിരുന്നു മാത്സിന്റെ തലപ്പത്ത്? അവരോട് ചോദിച്ചു നോക്കാണി. ഇവിടെ ആരാണുള്ളത്? എഞ്ചിനീയർമാരാരാണ്? അവർ പറയും മാത്സിന്റെ പിതാവാരെന്ന് വെച്ചാൽ പറയുന്നൊരു മുസൽമാന്റെ പേരാ. നമ്മൾ ഇന്ന് കാണുന്ന മിസൈൽ ടെക്നോളജിയുടെ ആദ്യത്തെ രൂപം, ബഹിരാകാശ പഠനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാ? ടെലസ്കോപ്പ് വെച്ച് ബഹിരാകാശത്തേക്ക് നോക്കിയത് ആരാന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ചത് ഗലീലിയോ ആണെന്നാ. പക്ഷെ കുറച്ചുകൂടെ അവിടെ പോയപ്പോൾ കോളേജിലെ പിള്ളേർ പഠിക്കണം എന്താ നിങ്ങള്? അത് അലി ഇബ്നു ഹസനുൽ ഇബ്നുൽ ഹൈസം ആണെന്നാ. ഇബ്നുൽ ഹൈസം ആണെന്ന്. സർ ഐസക് ന്യൂട്ടൻ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ രൂപീകരിക്കുന്നതും അത് എക്സ്പെരിമെന്റ് നടത്തുന്നതും ഈ ഗ്രന്ഥം പഠിച്ചിട്ടാണ്. ഐസക് ന്യൂട്ടന്റെ ആത്മകഥയിൽ. ഇതൊക്കെ മുസ്ലിം പണ്ഡിതന്മാർക്ക് മനസ്സിലായിക്കൊള്ളു ചങ്ങായിമാരെ. നിങ്ങൾ അതെങ്കിലും തിരിച്ചറിയാം. നിങ്ങൾ മാത്രം ആകാശത്ത് ഞങ്ങളൊക്കെ എപ്പോഴും മുസ്ലിങ്ങളൊക്കെ എപ്പോഴും പൊട്ടത്തരത്തിന്റെ ലോകത്തൊന്നും വരും വിചാരം അല്ലേ? നമ്മളിവിടൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ ഒരു കാലത്ത് നമ്മളിതൊക്കെ വിട്ട് മറ്റൊരിതൊക്കെ ഏറ്റെടുത്ത്, നിങ്ങൾക്കറിയോ ഹാറൂൺ റഷീദിന്റെ കാലത്ത് ഒരു മഹത്തായ സംവിധാനം ഉണ്ടായിരുന്ന എന്താ നിങ്ങൾ? ബൈത്തുൽ ഹിക്മ എന്നായിരുന്നു ഇതിന്റെ പേരുന്ന. ലോകത്തുള്ള മുഴുവൻ വിജ്ഞാനങ്ങളും ഉമവി കാലത്ത് ഖസ്റു സഹ്റായി എന്നൊരു ലൈബ്രറി സമുച്ചയം ഉണ്ടാക്കി ഫ്രാൻസിലേക്ക് മുഴുവൻ അടക്കം മുസ്ലിം പണ്ഡിതന്മാരെ പറഞ്ഞയച്ച് അവിടെയുള്ള ഭാഷ പഠിച്ച് ആ ഭാഷയിലൊക്കെയും ഉണ്ടായിരുന്ന കണ്ടെത്തലുകൾ അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി സൂക്ഷിച്ചു വെക്കാൻ 300ഓളം വരുന്ന പണ്ഡിതന്മാരുടെ ഒരു സംഘത്തെ ചെലവും ചൊല്ലും കൊടുത്ത് കുടുംബത്തെ മുഴുവനും നോക്കി ഉമവികൾ വളർത്തിയെടുത്തിരുന്നു എന്നാണ്. അവർ രൂപപ്പെടുത്തിയെടുത്ത അറിവിന്റെ ഭണ്ഡാകാരത്തെ പിന്നീട് അബ്ബാസിയ കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഷകളിലേക്ക് തിരിച്ചു കയറ്റി അയച്ചത് ഹാറൂൺ റഷീദിന്റെ ബൈത്തുൽ ഹിക്മയിൽ നിന്നായിരുന്നു എന്നാ. എന്നിട്ട് നമ്മക്കപ്പം പഠിപ്പിക്കുന്നു അല്ലേ? നമ്മുടെ ഇബ്നു സീന എന്നത് മാറ്റിയിട്ട് അവിസന്നാന്നാക്കിയെന്ന് മാത്രം. ഇതുപോലെ കൊല്ലം എന്ന് പറയുന്നത് കൊയിലോൺ എന്ന് പറഞ്ഞില്ലേ? കോഴിക്കോട് എന്താ പറഞ്ഞ് കാലിക്കറ്റ് എന്ന് പറഞ്ഞു. ഓലതാവുമ്പോ കൊള്ളണ ഒരു പേര് വെച്ച് ഇപ്പൊ നമ്മൾ അവരാവാൻ നിൽക്കുക അല്ലേ? അവർ പറഞ്ഞ അത് ശരി. നമ്മൾ കുറച്ച് താടി വെച്ച നിസ്കാരത്തായപ്പുള്ള ഒരാൾ പറഞ്ഞ ഏതോ മൊയിലേര് പറയാന്നാ പറയും. നിങ്ങൾ ഈ സമുദായത്തെ താഴ്ത്തി കെട്ടരുത്. അപ്പോ ഞാൻ പിന്നെ അവിടെ തന്നെ നിൽക്കും. അസ്സലാമു അലൈക്കും. ചോദ്യോത്തരം. ഈ ചോദ്യത്തിൽ ജീവിച്ചിരിക്കുന്ന മക്കളുടെ സ്വത്തിൽ ഉപ്പാക്കും ഉമ്മാക്കും അവകാശമുണ്ടോ? അപ്പൊ ഞാനതാണ് അവസാനിപ്പിച്ചോട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ അതിസൂക്ഷ്മമാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ സൂക്ഷ്മ പഠനത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. അത്രയും അവസാനം പറയാനുള്ളൂ. ഇതിൽ കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട്. അപ്പം ഞാനൊന്ന് പിന്നെ ഇത് ജീവിച്ചിരിക്കുന്ന മക്കളുടെ സ്വത്തിൽ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടോ? ഉണ്ട്. അന്ത വമാലുക്ക ലി അബീക എന്നും അന്ത വകസ്ബുക ലി അബീക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നീയും നിന്റെ സമ്പാദ്യവും
നിന്റെ മാതാപിതാക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ ആ അവകാശം അവർ വിനിയോഗിക്കാൻ ചില ഷർത്തുകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. ഒന്ന്, അത് ദൂർത്തടിക്കാൻ വേണ്ടിയാവരുത്. അത് തന്നിഷ്ടപ്രകാരം ഉപയോഗിക്കാൻ വേണ്ടിയാവരുത്. മകനെ പാപ്പരാക്കുക എന്ന ദുരുദ്ദേശം കൊണ്ടാവരുത്. ഈ മകനിൽ നിന്നെടുത്ത് മറ്റേ മകന് കൊടുക്കാൻ വേണ്ടിയും ആവരുത്. 4 ഷർത്തുകൾ. എൻ്റെ മോൻ്റെ അടുത്ത് മുതലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ഇനി ബെൻസിലേ നടക്കുള്ളൂ, ഓട്ടോറിക്ഷ ഒഴിവാക്കി എന്നുകൊണ്ട് എനിക്ക് നടക്കാം, ബെൻസ് വേണമെങ്കിൽ മോൻ്റെ പൈസ തന്നെ വേണം എന്ന് പറയുന്ന ആ ദൂർത്തുണ്ടാവല്ലോ, അതിനാവരുത്. മകനെ പാപ്പരാക്കുക എന്ന ദുരുദ്ദേശത്തിലും ആവരുത്. മറ്റൊരു മകൻ എടുത്തു കൊടുത്തിട്ട് ഓനെയും കൂടെ തിന്നാണ് മുതലാളിയാക്കാം എന്ന് വിചാരിച്ചിട്ടും ആവരുത്. കണ്ടീഷൻസ് വെച്ചുകൊണ്ടുള്ള അവകാശമാണ്. എന്നാൽ മാതാപിതാക്കളുടെ സ്വത്തിൽ അവർ ജീവിച്ചിരിക്കെ മക്കൾക്ക് നയാ പൈസയുടെ അവകാശം ഇല്ല. കാരണം ഞാൻ 12 മക്കളിൽ ഒരാളാണ്. എൻ്റെ മുതലിന് ഒറ്റ അവകാശമുള്ളൂ, എൻ്റെ വാപ്പയമ്മയും. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലേ? പക്ഷെ എൻ്റെ വാപ്പാൻ്റെ മുതലിന് ഞങ്ങൾ 12 അവകാശികളുണ്ട്, ആണല്ലോ. വാപ്പൻ്റെ മുതൽ ആരതല്ല? എൻ്റെതല്ല. എൻ്റെ മുതൽ ആരുടേതാണ്? വാപ്പൻ്റെതാണ്. ഓക്കെ, റൈറ്റ്, ക്ലിയർ ആണല്ലോ. സൂറത്തുൽ അഅറാഫിലെ 172-ാം വചനത്തിൽ മനുഷ്യരെ എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവരുടെ ആത്മാക്കളിൽ നിന്ന് അള്ളാഹു കരാർ വാങ്ങിയതിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ, അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് അവതാരകൻ എന്നിട്ട് സദസ്യരോട് ഒന്നായി ചോദിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു കരാറും ഓർമ്മയുണ്ടോ? ഇങ്ങനെ കുറെ അബദ്ധങ്ങളാണ് ഖുർആൻ ഇസ്ലാമും എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പേര് വാപ്പാര് പേരിടുമ്പോഴേ, ഈ പൊട്ടന് സുന്ദരൻ എന്ന് പേരിട്ട് അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതേപോലെ ഒരു ചങ്ങായിക്കോന്റെ വാപ്പക്ക് പറ്റിയ പേരാണ് ആരിഫ് എന്ന പേര്, വിവരമുള്ളവന്. പിടുത്തില്ല നിങ്ങള്? പേര് ആരിഫ് എന്നാ. ഇവനൊന്നും ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ഇവൻ അവഗണിക്കാം, അല്ലെങ്കിൽ മറുപടി പറയാൻ പറ്റുന്ന ആൾക്കാർ പറയാം, അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാളെ. ഇപ്പൊ പറഞ്ഞില്ലേ ഏത് നിങ്ങളും ഞാനും തമ്മിൽ ഇങ്ങനെ കരാറുണ്ട്, ഇത് അന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളോട് പറയണമെന്നാണ് അല്ല പറഞ്ഞ്, ആണോ? നിങ്ങൾ പരലോകത്ത് വന്നിട്ട് പഠിച്ചോനെ അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് നിങ്ങൾ പറയട്ടാ. അത് പറയാതിരിക്കാണ് അങ്ങനെ ഒരു കരാറുണ്ടെന്ന് ഞാനിപ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിക്കണമെന്ന്. അത് ഈ ചങ്ങായി കണ്ടില്ല. അതേ പറഞ്ഞ ആരിഫാണ് പേര്, ഉള്ളു പൊട്ടന. അഹമ്മക്ക് എന്ന് പേരിടണം. പാപ്പക്ക് വെച്ച് പോയി ആരിഫ് അല്ലേ? അതൊക്കെ കണക്കൂട്ടിയാൽ മതിയായിട്ട്. അങ്ങനെ ഒരു സംഭവം ഉള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എല്ലാം നമ്മളെ പടച്ചത് ഓൻ ഓർമ്മ ഉണ്ടെന്നാവോ ഈ പറഞ്ഞ ആൾക്ക്? അല്ലെങ്കിൽ പിന്നെ ഓർമ്മ ഉണ്ടാ? നിങ്ങളെ ഞാൻ എന്തുകൊണ്ടാ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നല്ല ചോദിക്കുന്നുണ്ട്. ബെനറ്റ് ഓർമ്മ ഉണ്ടാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാ? നമ്മളെന്തുകൊണ്ടാ പഠിച്ചതെന്ന് അല്ല പറഞ്ഞപ്പോഴേ മനസ്സിലായി അല്ലേ? പിന്നെ ശാസ്ത്രം പറഞ്ഞപ്പോ, ശാസ്ത്രം പറയുന്നതിന് മുമ്പേ പഠിച്ചോ പറഞ്ഞിരുന്നു സംഭവം ഇതാണെന്ന്. സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ? സംഭവങ്ങൾ ഒരു മാപ്പാൻ്റെ മാറ്റി യഹ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് നല്ല പറഞ്ഞിരുന്നു. അപ്പൊ അല്ല പറഞ്ഞാൽ മതി. ഞങ്ങളെ സംബന്ധിച്ച്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അല്ല പറഞ്ഞാൽ മതി. അപ്പം ഞങ്ങൾക്കൊക്കെ ഇർഫത്തുണ്ടാകും, ഞങ്ങളൊക്കെ ആരിഫീങ്ങളാകും. അല്ല പറഞ്ഞത് അംഗീകരിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പേര് ആരിഫായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആരിഫേ എന്ന് അതിൽ പറയാനുള്ളൂ. മാസിന് മൂപ്പരിക്ക് പറ്റിയ കുറച്ച് ആൾക്കാരെ മൂപ്പര് വെച്ചിട്ടുണ്ട് ചിരിക്കാനേ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ യുവതയിൽ മതപരമായി താല്പര്യമില്ലാതാക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം അവതരണത്തിൽ മാതാപിതാക്കൾ ബോധവാന്മാരാകേണ്ടതില്ലേ? അത് അൽഹംദുലില്ലാ, അവിടെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞത്. ഏത്? മാ നഹല വാലിദുൻ വലദഹു മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. മക്കളെ IAS കാരനാക്കുന്നതിനേക്കാൾ, IPS കാരനോ IFS IRS കാരനോ ആക്കുന്നതിനേക്കാൾ, ആർക്കിടെക്റ്റ് ആക്കുന്നതിനേക്കാൾ, മക്കളെ ബ്യൂറോക്രാറ്റ് ആക്കുന്നതിനേക്കാൾ, അതിസമ്പന്നനാക്കുന്നതിനേക്കാൾ, മക്കൾ പ്രധാനമന്ത്രിയാക്കുന്നതിനേക്കാൾ മാതാപിതാക്കൾക്ക് ഏറ്റവും ഉത്തമം മക്കളെ സൽസ്വഭാവിയാക്കുന്നതാണ്.
അതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ അടിത്തറ നന്ന് എങ്കിൽ ഒരു തുള്ളലൊക്കെ കഴിഞ്ഞാലും തിരിച്ചങ്ങോട്ട് പോരും അല്ലേ. അടിത്തറ നന്ന് എങ്കിൽ ഒരു പ്രായത്തിൻ്റെ ചോരത്തിളപ്പ് എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കാവുന്ന ഒരു കാലം കഴിഞ്ഞാലും നമ്മുടെ കുട്ടികൾ തിരിച്ചു വരും. ആ അടിത്തറ പാകേണ്ട സമയത്ത് അത് പാകിയിട്ടില്ലെങ്കിൽ പിന്നീട് നിലവിളിച്ചിട്ട് കാര്യമുണ്ടാവില്ല എന്നത് ഈ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വലിയ മെസ്സേജാണ്. ആ മെസ്സേജ് ഉൾക്കൊള്ളാൻ നമ്മൾ പ്രിയപ്പെട്ട മാതാപിതാക്കൾ തയ്യാറാവുക. സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.